ഉണ്ടായിരിക്കുന്നത്. അത് ഈ 2 ക്ലാസ്സുകളിൽ ചൊവ്വാഴ്ച വർഗീസ് ഡോക്ടറുടെയും വെള്ളിയാഴ്ചകളിൽ ഞാനും എടുക്കുന്നുണ്ട്. കഴിഞ്ഞ വെള്ളിയാഴ്ചയും കഴിഞ്ഞ മുമ്പത്തെ വെള്ളിയാഴ്ചയും ചില സാങ്കേതിക കാരണങ്ങളാൽ ഒരാഴ്ച ഓണമായിട്ടും കഴിഞ്ഞ ആഴ്ച ചില സാങ്കേതിക കാരണങ്ങളാൽ നമുക്ക് എടുക്കാൻ കഴിഞ്ഞില്ല. അതിനാൽ വെള്ളിയാഴ്ച ക്ലാസ്സിൽ 2 മിസ്സായി. പക്ഷെ വർഗീസ് ഡോക്ടറുടെ ക്ലാസ്സുകൾ പതിവ് പോലെ നടന്നിരുന്നു. നിങ്ങൾ എല്ലാവരും തന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഡോക്ടർ വർഗീസിന്റെ ക്ലാസ്സിൽ ഏകദേശം 49ഓളം പേരുണ്ടായിരുന്നു. അപ്പം മലയാളത്തിൽ എടുക്കുന്ന ക്ലാസ്സിനോട് എല്ലാവർക്കും താല്പര്യമുണ്ടായി വരുന്നു എന്നത് വളരെ സന്തോഷപ്രദമായ ഒരു കാര്യമാണ്. എന്തായാലും നമ്മൾ എടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്ന സബ്ജക്റ്റ് ഞാൻ കഴിഞ്ഞ ദിവസം ഈ ഗ്രൂപ്പിൽ മിനിങ്ങാന്ന് ഇട്ടിരുന്നു. സെറിബെല്ലം ബ്രെയിൻ പാർട്ട് സെറിബെല്ലം കൺട്രോൾഡ് ഓർഗൻസ് ആൻഡ് ഇറ്റ്സ് കോൺഫ്ലിക്റ്റ് എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഇതിനു മുമ്പത്തെ ദിവസം ഞാൻ എടുത്ത ക്ലാസ് ബ്രെയിൻ സ്റ്റം കൺട്രോൾഡ് ഓർഗൻ ആൻഡ് ഇറ്റ്സ് കോൺഫ്ലിക്റ്റ് എന്നുള്ളതായിരുന്നു. അപ്പോൾ അന്നത്തെ ക്ലാസ് കേട്ടിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട്, കുറച്ച് ആൾക്കാർ ഇല്ല. അപ്പം നമുക്ക് ഒരിക്കൽ കൂടി ഇത് ഒന്നുകൂടി ഒന്ന് റിക്കവർ ഒന്നുകൂടി നമുക്കൊന്ന് ഓർമ്മിച്ചു കൊണ്ടുപോകുന്നത് നല്ലതായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ബ്രെയിൻ സ്റ്റം കൺട്രോൾഡ് ഓർഗൻസ് എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് വന്നിരിക്കുന്നത് നമ്മളുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം, റെസ്പിറേറ്ററി സിസ്റ്റം, അല്ലെങ്കിൽ എൻഡോഡെർമൽ ഒറിജിൻ ആയിട്ടുള്ള ശരീരത്തിലെ ജേം ലെയറുകളെ പറ്റി പറയുകയാണെങ്കിൽ എൻഡോഡെർമൽ ഒറിജിൻ ആയിട്ടുള്ള ഓർഗൻസ് ആണ് ബ്രെയിൻ സ്റ്റം കൺട്രോൾഡ് വന്നിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ഭക്ഷണം ആയിട്ട് ബന്ധപ്പെട്ട മോർസൽ, അല്ലെങ്കിൽ മലയാളത്തിൽ പറഞ്ഞ വയറ്റിപ്പഴപ്പ് എന്ന് പറയുന്നതാണ് കൃത്യമായ ആൻസർ. കാരണം പലരും പല കാര്യങ്ങളും ചെയ്യുന്നത്, ജോലി ചെയ്യുന്നതൊക്കെ വയറ്റിപ്പഴപ്പിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ വയറ്റിപ്പഴപ്പിന്റെ പ്രശ്നങ്ങൾ അതിൽ ബ്രെയിൻ സ്റ്റം കൺട്രോൾ ചെയ്യുന്ന ഓർഗൻസ് എന്ന് പറയുമ്പോൾ ഇതിന് ടിയർ ഗ്ലാൻഡ്, സലിവറി ഗ്ലാൻഡ്, വായ, ഈസോഫാഗസ്, അങ്ങ് പോയ കുടല്, അതെല്ലാം ഭാഗങ്ങളും അത് വരുന്നു. ലങ്സ് എന്ന് പറഞ്ഞ ലങ് ആൽവിയോളയും എൻഡോഡെർമൽ ഒറിജിനായിട്ട് വരുന്ന അതാണ്. അവിടുത്തെ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് ഡെത്ത് ഫ്രൈറ്റ്, അതായത് മരണഭയം. മോർസൽ കോൺഫ്ലിക്റ്റ് എന്നത് അലിമെന്ററി സിസ്റ്റത്തിന് വരുമ്പോൾ റെസ്പിറേറ്ററി സിസ്റ്റത്തിന് മരണഭയം എന്ന ഒരു കാര്യമാണ്. അതിനെ നമ്മൾ ഡെത്ത് ഫ്രൈറ്റ് കോൺഫ്ലിക്റ്റ് എന്ന് വിളിക്കുന്നു. പിന്നെ എൻഡോഡെർമൽ ഓർഗനായിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് ലിവറിൽ ഉണ്ടാകുന്ന സ്റ്റാർവേഷൻ കോൺഫ്ലിക്റ്റ്. ജെൻഡർ, പിന്നെ പ്രോസ്റ്റേറ്റ് ആൻഡ് യൂട്ടർ, ജെൻഡർ കോൺഫ്ലിക്റ്റ് എന്ന് വിളിക്കുന്നത്. ജെൻഡർ കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ മേറ്റിംഗ് കോൺഫ്ലിക്റ്റ് ആൻഡ് സെക്ഷൽ കോൺഫ്ലിക്റ്റ്. ഇത്രയാണ് നമുക്ക് കൂടുതലായിട്ടും എൻഡോഡെർമൽ ബ്രെയിൻ സ്റ്റം കൺട്രോൾഡ് ഓർഗൻസ് വന്നിരിക്കുന്നത്. ഇത് നിങ്ങൾ ഏകദേശമൊക്കെ ഓർത്തിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. കാരണം ഡോക്ടർ വർഗീസ് പറയുന്ന പോലെയും അല്ലെ മറ്റ് ഇത് പറയുന്ന പോലെ ശരിക്കും ഈ ഒരു ക്ലാസ് കൊണ്ട് മാത്രമല്ല നമ്മൾ ഇത് പഠിക്കേണ്ടത്, മറിച്ച് ഒരു ഡയറക്ഷൻ മാത്രമാണ് നമുക്ക് തരാൻ കഴിയുക. ഇപ്പൊ അതിനുശേഷം ഇനിയിപ്പം നമുക്ക് നെക്സ്റ്റ് ലെയറിലേക്ക് പോകുമ്പോൾ, നെക്സ്റ്റ് ഓർഗൻസ്, ശരീര ബ്രെയിനിലെ പല ഭാഗങ്ങളിൽ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ള ബ്രെയിൻ സ്റ്റമും, പിന്നെ അതിനുശേഷം സെറിബെല്ലത്തിന് ശേഷം സെറിബ്രൽ മെഡുല, സെറിബ്രൽ കോർട്ടക്സ് അല്ലെങ്കിൽ വൈറ്റ് മാറ്റർ, ഗ്രെയിൻ മാറ്റർ എന്ന് പറയുന്ന അവയവങ്ങൾ. ഇതിൽ സെറിബെല്ലം കൺട്രോൾഡ് ഓർഗൻസിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. സെറിബെല്ലം കൺട്രോൾഡ്, ശരിക്കും സെറിബെല്ലം കൺട്രോൾഡ് ഓർഗൻസിൽ ബ്രെയിൻ സ്റ്റെമിനും സെറിബെല്ലത്തിനും ഇടയ്ക്ക് ഒരു ഭാഗം കൂടിയുണ്ട്. അതിനെ നമ്മൾ മിഡ് ബ്രെയിൻ എന്നാണ് വിളിക്കുന്നത്. മിഡ് ബ്രെയിൻ പൊതുവെ സ്മൂത്ത് മസിൽസിനെ എല്ലാം കൺട്രോൾ ചെയ്യുന്നത് മിഡ് ബ്രെയിനിൽ നിന്നാണ്. നമ്മുടെ ശരീരത്തിൽ ശരിക്കും സ്മൂത്ത് മസിൽസിനെ പറ്റി നമുക്ക് പല ലിറ്ററേച്ചറുകളിൽ ഒന്നും തന്നെ നമുക്ക് പറയാറില്ല, നമ്മൾ ആരും ഓർക്കാറില്ല. സ്ട്രിയേറ്റഡ് മസിൽസ് ആണ് നമുക്ക് കൂടുതലും ഉള്ളത്. പക്ഷെ സ്മൂത്ത് മസിൽസ് ഉണ്ട്. ശരീരത്തിലുള്ള ഒത്തിരി സ്മൂത്ത് മസിൽസ് ഉണ്ട്. എല്ലാ ട്യൂബുകളുടെയും അല്ലെങ്കിൽ അലിമെന്ററി കനാലിന്റെ ട്യൂബ്, ഇപ്പൊ നമ്മൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം പെരിസ്റ്റാൾട്ടിക് മൂവ്മെന്റ്, ഈ പെരിസ്റ്റാൾട്ടിക് മൂവ്മെന്റിന്റെ പിന്നിലുള്ള സ്മൂത്ത് മസിൽസ് ആണ്. അതുപോലെ തന്നെ ഇപ്പൊ സലിവറി ഗ്ലാൻഡ് അല്ലെങ്കിൽ ടിയർ ഗ്ലാൻഡ് അല്ലെങ്കിൽ
ഉള്ള ഗ്ലാൻഡുകളുടെ എല്ലാം ഡക്റ്റിലസ് ഒഴികെ ഡക്റ്റുള്ള ഗ്ലാൻഡുകളുടെ എല്ലാം ഡക്റ്റിൽ അല്ലെങ്കിൽ ഗ്ലാൻഡിൽ ഒരു സ്രവം ഉൽപ്പാദിപ്പിക്കപ്പെട്ടു കഴിഞ്ഞാൽ അത് ഏത് ഗ്ലാൻഡിൽ നിന്നും ഏത് തരത്തിൽ, ഇപ്പം പാൻക്രിയാസിൽ നിന്നും പാൻക്രിയാറ്റിക് ജ്യൂസ് ആകാം, സലൈവറി ഗ്ലാൻഡിൽ നിന്ന് സലൈവ, അങ്ങനെയുള്ള മ്യൂക്കസ് മെമ്പറൈനിൽ അതുപോലെയുള്ള എല്ലായിടത്തു നിന്നും ഈ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സ്രവം പുറത്തേക്ക് വരുന്നത് അതിനെ നിയന്ത്രിക്കുന്ന സ്മൂത്ത് മസിൽസ് ആണ്. അതും മനുഷ്യന്റെ നമ്മളുടെ വോളണ്ടറി കൺട്രോളിലുള്ള അതല്ല. ഈ സ്മൂത്ത് മസിൽസിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങള് ബ്രെയിൻ സ്റ്റെമിന്റെ പോലെ തന്നെയാണ്. കോൺഫ്ലിക്റ്റ് ആക്റ്റീവ് ഫേസിൽ അതിനെ അവിടെ പ്രോലിഫറേഷൻ ഉണ്ടാകുകയും ഹീലിംഗ് ഫേസിൽ അവിടെ അൾസറേഷൻ ഉണ്ടാകുകയും ചെയ്യുകയാണ്. അപ്പം ഈ കോൺഫ്ലിക്റ്റുകൾ നമ്മൾ സംസാരിച്ചിരിക്കുന്ന, നമ്മളിപ്പോൾ ഇത്രയും ദിവസം സംസാരിച്ച കോൺഫ്ലിക്റ്റുകൾ നമ്മൾ ഈ ലെയർ വെച്ച് നോക്കുവാണെങ്കിലും ബ്രെയിനിന്റെ ചില ഭാഗങ്ങൾ വെച്ച് നോക്കുവാണെങ്കിലും വളരെ കുറച്ച് കോൺഫ്ലിക്റ്റുകൾ മാത്രമേ നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ളൂ. ബ്രെയിൻ സ്റ്റെമ്മിൽ ഒരു 4-5 കോൺഫ്ലിക്റ്റ്, സെറിബെല്ലത്തിലാണെങ്കിൽ വളരെ കുറച്ച് കോൺഫ്ലിക്റ്റുകളേ ഉള്ളൂ. അതിലൊന്നാണ് അറ്റാക്ക് കോൺഫ്ലിക്റ്റ്, അറ്റാക്ക് ആൻഡ് ഫൈറ്റ് കോൺഫ്ലിക്റ്റ്, പിന്നെയുള്ള ഡിസ്ഫിഗർമെന്റ് കോൺഫ്ലിക്റ്റ്, നെസ്റ്റ് വറി ഓർ ആർഗ്യുമെന്റേറ്റീവ് ആർഗ്യുമെന്റ് കോൺഫ്ലിക്റ്റ്. ഇത്രയും മാത്രമേ നമുക്ക് പഠിക്കേണ്ടതുള്ളൂ. അപ്പൊ നമുക്ക് ഈ ബ്രെയിനിനെ പറ്റി ഇത്രയൊക്കെ പഠിക്കുമ്പോൾ എത്രയും പറ്റി മനസ്സിലാക്കും ഇത് ഇനിയിപ്പോ പഠിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നൊരു സംശയം നിങ്ങൾക്കുണ്ടാകാം. അത് കുറച്ച് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ഉള്ളിലെത്തും. കാരണം നിങ്ങളെ പോലെയുള്ള ആള് തന്നെയാണ് ഞാനും. ഈ ബ്രെയിനൊന്നും നമുക്ക് അറിഞ്ഞുകൂടായിരുന്നു. ബ്രെയിനിനെ പറ്റി ന്യൂറോളജിസ്റ്റുകൾ പഠിപ്പിക്കേണ്ട കാര്യമല്ലേ എന്ന് തോന്നും. പക്ഷെ അങ്ങനല്ല, നമ്മളാണ് അറിയേണ്ടത്. കാരണം ഓരോ ബ്രെയിനിന്റെ ഓരോ ഭാഗത്തു നിന്നും ഇന്ന വിഷയങ്ങൾ അവിടെയാണ് ഉണ്ടാകുന്നത്, അവിടെ ഇന്ന ഭാഗത്താണ് ഉണ്ടാകുന്നതെന്ന് തിരിച്ചറിയുമ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ പല കാര്യങ്ങളും അറിയാൻ സാധിക്കും. അപ്പൊ ആ ഒരു അറിവാണ് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പൊ ഈ ക്ലാസ്സുകൾ പലപ്പോഴും കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു ഘടകം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യമേ കുറച്ച് പേര് കേൾക്കുന്നവരുണ്ട്, കുറച്ച് പേര് സ്ഥിരമായിട്ട് കേൾക്കുന്നവരുണ്ട്. ചില ക്ലാസ്സുകൾ ചില ആൾക്കാർ കേൾക്കുന്നുണ്ട്, ചില ആൾക്കാർ കേൾക്കുന്നില്ല. അപ്പം നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ ഒരു കണ്ടിന്യൂറ്റിയിലാണ് അല്ലെങ്കിൽ ഒരു തുടർച്ചയായിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. ആ തുടർച്ചയായിട്ട് സംസാരിക്കുന്ന സമയത്ത് തന്നെ കുറച്ച് ദിവസം മുമ്പ് പറഞ്ഞ കാര്യങ്ങളുടെ ബാക്കി നമുക്ക് പലപ്പോഴും ലഭ്യമാകുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ആമുഖമായിട്ട് പറഞ്ഞത് കഴിഞ്ഞ ദിവസത്തെ ബ്രെയിൻ സ്റ്റെം കൺട്രോൾഡ് ഓർഗനിന്റെയും അതിന്റെ കോൺഫ്ലിക്റ്റുകളെ പറ്റി സംസാരിച്ചത്. അപ്പോൾ ഇന്ന് നമുക്ക് വളരെ കുറച്ച് മാത്രമേ സെറിബെല്ലാർ ഓർഗൻ കൺട്രോൾഡ് ആയിട്ടുള്ളൂ. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തുകൊണ്ട് സെറിബെല്ലം ഉണ്ടായി. ലോവർ ഫോംസ് ഓഫ് ആനിമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴേക്കിടയിലുള്ള മനുഷ്യനാണ് എവല്യൂഷൻസിൽ ഏറ്റവും മുകളിൽ നിൽക്കുന്ന മനുഷ്യൻ. മറ്റ് താഴെയുള്ള ജീവികള് ഇവരുടെ എല്ലാം ഓരോ ജീവജാലങ്ങളിലും അവരുടെ ബ്രെയിനിന്റെ ഡെവലപ്മെന്റ് അനുസരിച്ചിട്ടാണ് അതിന്റെ കൺട്രോളുകൾ ഉണ്ടാകുന്നത്. ഇപ്പോൾ മത്സ്യങ്ങളിലാണെങ്കിൽ കൂടുതലും ബ്രെയിൻ സ്റ്റെം മാത്രമേ ഉള്ളൂ. സെറിബെല്ലം ഓർ സെറിബ്രം എന്ന് പറയുന്ന അവസ്ഥ വളരെ കുറച്ചേ ഉള്ളൂ. അപ്പം കുരങ്ങന്മാരിലേക്ക് എത്തുമ്പോൾ, എയ്പിലേക്ക് എത്തുമ്പോൾ സെറിബ്രൽ മെഡുലയുണ്ട്, കോർട്ടെക്സ് തീരെ കുറവാണ്. അതുകൊണ്ടാണ് അവർക്ക് നെറ്റിയില്ല. നമുക്ക് മനുഷ്യർക്ക് നെറ്റി ഉണ്ടായിരിക്കുന്നു. ഏറ്റവും പുതിയ ബ്രെയിനാണ് സെറിബ്രൽ കോർട്ടെക്സ്. അല്ലെങ്കിൽ നമുക്കതിന് പലപ്പോഴും നമ്മൾ പഠിച്ചിരിക്കുന്നത് ഗ്രേ മാറ്റർ, വൈറ്റ് മാറ്റർ എന്നാണ് സെറിബ്രൽ കോർട്ടെക്സ് ആൻഡ് മെഡുലയ്ക്ക് വരുന്നത്. അപ്പൊ സെറിബെല്ലം എന്ന് പറയുന്നത് എവല്യൂഷണറി പ്രോസസ്സിൽ അക്കോർഡിംഗ് ടു ഡോക്ടർ ഹാമർ, നമ്മളുടെ ഈ ശാസ്ത്രം GSK കണ്ടക്ട് ചെയ്ത ഡോക്ടർ ഹാമർ, റൈക്കെ ജിയഡ് ഹാമറിന്റെ അഭിപ്രായത്തിൽ അദ്ദേഹം എവല്യൂഷൻസിനെയും എംബ്രിയോളജിനെയുമാണ് ഈ ശാസ്ത്രത്തിന്റെ ബേസ് ആയിട്ട് എടുത്തിരിക്കുന്നത്. ആ എവല്യൂഷൻസിൽ ജീവൻ കരയിലേക്ക് മാറിയപ്പോൾ പുതിയതായിട്ടുള്ള ഓർഗൻസ് ഉണ്ടാകേണ്ടി വരുന്നു, പുതിയതായിട്ട് വയർ ചെയ്യേണ്ടി വരുന്നു. കറണ്ട് എന്ന് പറഞ്ഞാൽ വയറിംഗ് മീൻസ് ഉപയോഗിക്കുന്നത് ഒരു കൺട്രോൾ സെന്റർ ഉണ്ടാകുകയും ആ കൺട്രോൾ സെന്ററിന് അതിന് ഉപയുക്തമായ അല്ലെങ്കിൽ അതിന് വേണ്ട അവയവങ്ങളിലേക്കുള്ള വയറിംഗ് എന്നാണ് ഡോക്ടർ ഹാമർ അതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടായതാണ് ഒരു സെറിബെല്ലമാണ്. സെറിബെല്ലം ഉണ്ടായതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം
ജീവൻ കരയിലേക്ക് മാറ്റിയപ്പോൾ അല്ലെങ്കിൽ പറിച്ചു നട്ടപ്പോൾ വെള്ളത്തിൽ ചില സേഫ്റ്റി ഉണ്ട്. റേഡിയേഷൻസ് ഇല്ല, അതല്ലെങ്കിൽ സൂര്യപ്രകാശമില്ല, എക്സ്റ്റേണൽ എൻവയോൺമെന്റ് പുറത്തെ വായുവിനെ അപേക്ഷിച്ച് കുറച്ചുകൂടെ സേഫാണ് മത്സ്യങ്ങളിൽ. അതിനാൽ തന്നെ അവർക്ക് കൂടുതൽ സ്മൂത്ത് മസിൽസ് ആണ് ശരീരത്തുള്ളത്. അതിനോടൊപ്പം തന്നെ എക്ടോഡിയം വളരെ കുറച്ചേ ഉള്ളൂ, അവർക്ക് സെറിബെല്ലവും ഇല്ല. അപ്പൊ സെറിബെല്ലം എന്ന അവസ്ഥയുണ്ടായി. സെറിബെല്ലം ഉണ്ടായപ്പോൾ അറ്റാക്കിനെ പ്രിവെന്റ് ചെയ്യുന്നതിനായിട്ട് നമ്മളുടെ വിസറകളെ എല്ലാം സംരക്ഷിക്കുന്നതിനായിട്ട് ആണ് ഉണ്ടായത്. വിസറകളെ സംരക്ഷിക്കുന്നതിന് ആദ്യമേ ഓർഗനെ സംരക്ഷിക്കുന്നതിനായി ഡെർമിസ് ഉണ്ടായി. ഡെർമിസ് അല്ലെങ്കിൽ സ്കിൻ എന്നതുണ്ടായി. അതിൽ സ്കിന്നിന് 2 ഭാഗത്തുണ്ട്. സ്കിൻ ഈസ് 2 ടൈപ്പ്. ഒന്ന് എക്ടോഡെർമൽ ഒറിജിനൽ ആയിട്ടുള്ള നമ്മുടെ സൂപ്പർഫിഷ്യൽ സ്കിൻ, അതിനുശേഷം ഉള്ളിലുള്ളത് സെറിബെല്ലാർ കൺട്രോൾഡ് മീസോഡെർമൽ സ്കിൻ. അപ്പൊ ഡോക്ടർ ഹാമർ മാത്രമാണ് സ്കിന്നിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തത്. ഡോക്ടറുടെ ഡിവിഷൻ എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്ടോഡെർമൽ സെറിബ്രൽ സ്കിൻ. അപ്പൊ നമ്മൾ സ്കിന്നിനെ 2ആയിട്ട് നമ്മൾ കാണുകയാണെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ പല ഉദാഹരണങ്ങൾ പറയുമ്പോൾ ഡോക്ടർ വർഗീസ് എപ്പോഴും പറയുന്ന ഒരു ഉദാഹരണമാണ് നമ്മുടെ നാട്ടിലുള്ള കപ്പ. കപ്പയ്ക്ക് 2 തൊലിയുണ്ട്. ഒരു പുറത്തുള്ള ഒരു കരിന്തൊലിയും അകത്തുള്ള ഒരു വെളുത്ത തൊലിയും. നമുക്ക് ആ കരിന്തൊലിയും പൊളിച്ചു കളയാം, വെളുത്ത തൊലിയും പറിച്ചു കളയാം. കരിന്തൊലിയുടെയും അകത്തുള്ള വെളുത്ത തൊലിയുടെയും ഉള്ളിലാണ് കപ്പ എന്ന സാധനം ഇരിക്കുന്നത്. എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ശരീരത്തിനെ പൂർണ്ണമായിട്ടും പൊതിഞ്ഞിരിക്കുന്ന ഒരു കവറിംഗ് ആണ് ഔട്ടർ എക്ടോഡിയം ആൻഡ് അതിന് തൊട്ടുള്ളിലായിട്ടുള്ള ഡെർമിസ് എന്ന ഭാഗം. ഈ ഡെർമിസ് സെറിബെല്ലം ആണ് കൺട്രോൾ ചെയ്യുന്നത്. ഡെർമിസ് ശരീരത്തിന്റെ മുഴുവൻ ഡെർമിസിനെ സെറിബെല്ലമാണ് കൺട്രോൾ ചെയ്യുന്നത്. ഇപ്പൊ സെറിബെല്ലത്തിലേക്ക് എത്തുമ്പോൾ ഹാൻഡഡ്നെസ് വരികയാണ്. GSKയിലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഹാൻഡഡ്നെസ്. ബ്രെയിൻ സ്റ്റം കൺട്രോൾഡ് ഓർഗൻസിൽ ഒറ്റ വശം മാത്രമേ കൺട്രോൾ ആകൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലിവറേ ഉള്ളൂ, ഈസോഫാഗസ് ഒരെണ്ണേ ഉള്ളൂ, കുടല്. അതെല്ലാം റൈറ്റിൽ നിന്നും ലെഫ്റ്റിലേക്ക് ആന്റി ക്ലോക്ക് ആയിട്ട് ബ്രെയിൻ സ്റ്റമിന്റെ ഫോട്ടോ നിങ്ങൾ എല്ലാവരും തന്നെ കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. learninggmm.com ബ്രെയിൻ സ്റ്റമിന്റെ ഒരു സ്കീമാറ്റിക് റെപ്രസെന്റേഷൻ ഉണ്ട്. ആ റെപ്രസെന്റേഷൻസിൽ ആന്റി ക്ലോക്ക് ആയിട്ട് മൗത്ത് മുതൽ റെക്റ്റം വരെ കൺട്രോൾ പോകുന്നതുണ്ട്. ആ കൺട്രോൾ പോലെ തന്നെ സെറിബെല്ലത്തിന് നമുക്ക് കൺട്രോൾ എന്ന് പറയുന്നത് 2 വശമാണ്. റൈറ്റ് സൈഡിനെ കൺട്രോൾ ചെയ്യുന്ന ലെഫ്റ്റ് സൈഡിൽ നിന്നും, ലെഫ്റ്റ് സൈഡിനെ കൺട്രോൾ ചെയ്യുന്ന റൈറ്റ് സൈഡിൽ നിന്നും. അതിൽ ഏറ്റവും കൂടുതലായിട്ടുള്ള ഭാഗമാണ് നമ്മുടെ ഡെർമിസിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കോൺഫ്ലിക്റ്റ് ആണ് അറ്റാക്ക് കോൺഫ്ലിക്റ്റ്. ആക്രമിക്കപ്പെട്ടു എന്ന് പറയുന്നത് നമ്മളെല്ലാം പറയാലേ, എന്നെ ആക്രമിച്ചു. അതല്ലെങ്കിൽ അറ്റാക്ക് ആൻഡ് ഫൈറ്റ് കോൺഫ്ലിക്റ്റ്, വേറൊരാളുമായിട്ടുള്ള യുദ്ധത്തിലും ഇതേ വിഷയങ്ങൾ തന്നെയാണ് ഡെർമിസിലുണ്ടാകുന്നത്. ഡെർമിസിന്റെ ചില ഭാഗങ്ങളിൽ, ശരീരത്തിൽ തന്നെ ഡെർമിസ് ഇല്ലാത്ത ഭാഗങ്ങളുണ്ട്. ചില പ്രത്യേക അവയവങ്ങൾക്ക് ഡെർമിസ് ഇല്ല. അതുപോലെ തന്നെ ചില പ്രത്യേക ഭാഗങ്ങളിൽ കവറിങ് ഇല്ലാത്ത വശങ്ങളുണ്ട്. അതുകൂടാതെ തന്നെ കവറിങ്ങിനെ പറ്റി പറയുമ്പോൾ ഡെർമിസ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഡെർമിസിന്റെ കോൺഫ്ലിക്റ്റുകളാണ് നമ്മൾ പറഞ്ഞ അറ്റാക്ക് ആൻഡ് ഡിസ്ഫിഗർമെന്റ് കോൺഫ്ലിക്റ്റ്. ഒന്നുമില്ല, അറ്റാക്ക് ആൻഡ് ഫൈറ്റ്, ദെൻ പ്ലസ് ഡിസ്ഫിഗർമെന്റ് ഓർ സോയിൽഡ് ഓർ ബീയിങ് സോയിൽഡ്. ഡിസ്ഫിഗർമെന്റ് എന്നുള്ള ഒരു വാക്കിനർത്ഥം നമ്മൾക്ക് പലപ്പോഴും പറയലേ, എന്നെ കാണാൻ കൊള്ളില്ല, അതല്ലെങ്കിൽ ഒരു 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 ഞാൻ മോശമാണ് എന്നുള്ളൊരു ചിന്താഗതി ഉണ്ടാകുമ്പോൾ, ശരിക്കും കുട്ടികളിൽ പ്രത്യേകിച്ചും ഒരു എന്താ പറയുക, കൗമാരപ്രായമായിട്ടുള്ള കുട്ടികളിൽ ഉണ്ടാകുന്നതാണ് മുഖക്കുരു എന്ന് പറയുന്ന ഒരവസ്ഥ. ഡോക്ടർ ഓഡിബിൾ ആണോ? ശബ്ദം പോയ പോലെ. അനിത ഡോക്ടറെ? ഇല്ല, കുഴപ്പമില്ല. ഓക്കെ. പെട്ടെന്ന് എന്റെ ഇവിടെ ഒരു നെറ്റ് പ്രോബ്ലം വന്നായിരുന്നു, അതുകൊണ്ട്. ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞത് ഡിസ്ഫിഗർമെന്റ് കോൺഫ്ലിക്റ്റിനെ പറ്റിയാണ്. ഡിസ്ഫിഗർമെന്റ് കോൺഫ്ലിക്റ്റിലും
ഈ കുട്ടികളൊക്കെ നമുക്ക് കേട്ടിട്ടില്ലേ, എന്നെ കാണാൻ കൊള്ളുന്നില്ല, ഞാൻ മോശമാണ്. ഇപ്പൊ മൂത്ത കുട്ടിയെ കഴിഞ്ഞോ അല്ലെങ്കിൽ ഇളയ കുട്ടിയെ കഴിഞ്ഞ് മോശമാണ്. അതല്ലെങ്കിൽ പിയർ ഗ്രൂപ്പുമായിട്ട് നിൽക്കുമ്പോൾ അവർക്ക് മുഖക്കുരു ഉണ്ടാകുന്നു. ശരിക്കും മുഖക്കുരു എന്ന് പറയുന്നത് ഒരു ഡിസ്ഫിഗർമെന്റ് കോൺഫ്ലിക്റ്റിന്റെ ഫലമായിട്ടാണുള്ളത്. അവിടെ ഡെർമിസിനാണ് അഫക്ഷൻ ഉണ്ടാകുന്നത്. അപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു കുട്ടി മുഖക്കുരു കൂടുതലായിട്ട് വരികയും അഗ്നി വൾഗാരിസ് എന്ന് വിളിക്കുന്ന ആ അവസ്ഥ, അതിന്റെ പിന്നിൽ വരുന്നത് സ്വയം ആ വ്യക്തിക്ക് തോന്നിയ ഒരു വിഷയമാണിത്, ഡിസ്ഫിഗർമെന്റ് കോൺഫ്ലിക്റ്റ്. പിന്നെ സെറിബെല്ലത്തിന്റെ, ഞാൻ ആ പിക്ചർ ഇട്ടത് നിങ്ങൾക്ക് കാണുന്നതിനായിട്ട് നിങ്ങളെല്ലാവരും ഇപ്പൊ ക്ലാസ് എടുത്തപ്പോൾ, അല്ലെങ്കിൽ നമുക്ക് 160 മെമ്പർമാരുള്ള അവിടെ ഞാൻ 2 ഫോട്ടോ ഇട്ടിരുന്നു. ഒരു സെറിബെല്ലത്തിന്റെ ഒരു ക്രോസ് സെക്ഷൻസിന്റെ, അതിൽ എഴുതിയിട്ടുണ്ട് നമുക്ക് പ്ലൂറ, പെരിട്ടോണിയം, പെരിക്കാർഡിയം. പ്ലൂറ എന്ന് പറയുന്നത് നമുക്ക് ലങ്സിന്റെ കവറിങ്ങും, വയറിലുള്ള എല്ലാ ഓർഗൻസിനെയും പെരിട്ടോണിയം കവർ ചെയ്യുന്നു, ഹാർട്ടിനെ പെരിക്കാർഡിയം കവർ ചെയ്യുന്നു. ഇതും സെറിബെല്ലാർ കൺട്രോൾഡാണ്. അതിൽ റൈറ്റ് സൈഡിനെ ലെഫ്റ്റ് സൈഡും ലെഫ്റ്റ് സൈഡിനെ റൈറ്റ് സൈഡുമാണ് കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സെറിബെല്ലത്തിൽ ആകെപ്പാടെ നമ്മൾക്ക് പഠിക്കേണ്ടത് ഈ കോറിയം സ്കിൻ, പെരിട്ടോണിയം, പെരിക്കാർഡിയം, പിന്നെ പ്ലൂറ, പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഗ്ലാൻഡ് കൂടിയുള്ള നമ്മുടെ കോറിയം സ്കിന്നിന്റെ തന്നെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ട് വരുന്നതാണ് ബ്രസ്റ്റ് ഗ്ലാൻഡ്. റൈറ്റ് ആൻഡ് ബ്രസ്റ്റ് ഗ്ലാൻഡ്, റൈറ്റ് ബ്രസ്റ്റ് ഗ്ലാൻഡും ലെഫ്റ്റ് ബ്രസ്റ്റ് ഗ്ലാൻഡും. ബ്രസ്റ്റ് ഗ്ലാൻഡും ഡെർമിസിന്റെ ഒരു ഭാഗമാണ്. അതുകൊണ്ട് തന്നെ സ്ത്രീകളിൽ ബ്രസ്റ്റ് ഗ്ലാൻഡ്, അത് സ്ത്രീകളിലാണെങ്കിലും പുരുഷന്മാരിലാണെങ്കിലും അതിന്റെ കൺട്രോളും എവിടെയാണ്? സെറിബെല്ലത്തിലാണ് നമുക്ക് കൺട്രോൾ ആയിട്ടുള്ളത്. സെറിബെല്ലത്തിലാണ് കൺട്രോൾ ചെയ്യുന്നത്. സെറിബെല്ലത്തിന്റെ കൺട്രോൾ ആയതുകൊണ്ട് തന്നെ റൈറ്റ് സൈഡ് ഓഫ് ദി ബ്രസ്റ്റ് ഗ്ലാൻഡ് ഈസ് കൺട്രോൾഡ് ഫ്രം ദ ലെഫ്റ്റ് സൈഡ്, and left side of the breast gland is controlled from the right side also. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട, ഏതെങ്കിലും ഒരാൾ ഒരു ബ്രസ്റ്റിൽ ഒരു വിഷയവുമായിട്ട് വന്നു കഴിഞ്ഞാൽ, വെദർ ഇറ്റ് ഈസ് ഫൈബ്രോ അഡിനോമയാകാം, അതല്ലെങ്കിൽ കാർസിനോമയാകാം. അതിൽ ബ്രസ്റ്റ് ഗ്ലാൻഡിന് പുറത്തേക്ക് വരുമ്പോൾ സ്കിന്നില് എക്ടോഡെർമൽ ആയിട്ടുള്ള സ്കിന്ന് ഉള്ളിലേക്ക് ഇൻവെജിനേറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ വരുന്നത് വേറൊരു ഇതാണ്, കാരണം അത് എക്ടോഡെർമൽ ഒറിജിനാണ്. അതാണ് നമ്മൾ ഡക്ടൽ കാർസിനോമ ഓഫ് ദി ബ്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്തെത്തുന്ന രോഗികളിൽ ബ്രസ്റ്റിൽ 2 തരത്തിലുള്ള കാർസിനോമയെ ഉണ്ടാവുകയുള്ളൂ. ഒന്ന് ഡക്ടൽ കാർസിനോമ, അടുത്തത് അഡിനോ കാർസിനോമ. അഡിനോ കാർസിനോമ ഉണ്ടാകുന്നത് ഈ കോൺഫ്ലിക്റ്റ് പറയുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും ഒരു നെസ്റ്റ് വറി കോൺഫ്ലിക്റ്റ് ഓർ ആർഗ്യുമെന്റേറ്റീവ് കോൺഫ്ലിക്റ്റ്. നെസ്റ്റ് വറി കോൺഫ്ലിക്റ്റ് എന്നത് ലെഫ്റ്റ് സൈഡിൽ ഉണ്ടാകുകയാണെങ്കിൽ അത് നെസ്റ്റ് വറി. നെസ്റ്റ് വറി എന്നൊരു വാക്കിനർത്ഥം കൂട്, അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിൽ, ഫാമിലിയിൽ ഉണ്ടാകുന്ന വിഷയങ്ങൾ. ആ ഫാമിലിയിൽ ഉണ്ടാകുന്ന വിഷയങ്ങളാണ് പലപ്പോഴും വരുന്നത്. അപ്പോൾ കുട്ടികളെ പ്രതി ഉണ്ടാകുന്നു, അല്ലെങ്കിൽ മാതാപിതാക്കളെ പ്രതി ഉണ്ടാകുന്നു, അല്ലെങ്കിൽ പെറ്റ് പ്രതി ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ ഈ പറഞ്ഞ രീതിയിൽ വരാറുണ്ട്. അപ്പൊ നമുക്ക് പലപ്പോഴും ഒരു മെഡിസിൻ നൽകുന്നത് പലപ്പോഴും നമ്മൾ ഹോമിയോപ്പതി മെഡിസിൻ കൊണ്ട് മാറാറുണ്ട്. ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്, ഒരു 5-6 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ അടുത്ത്, ഞാൻ GHKക്ക് അധികം എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു, പക്ഷെ അന്ന് വിജയകർ സാറിന്റെ ക്ലാസ്സുകളിൽ ബ്രസ്റ്റിനുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെയൊക്കെയാണ് എന്ന് പറഞ്ഞു കേട്ടുകൊണ്ട് ഒരിക്കലും എൻ്റെ അടുത്ത് എത്തിയ ഒരു 22 വയസ്സുള്ള ഒരു ലേഡി, പെൺകുട്ടി. അവര് ഭയങ്കര പേടിച്ചിട്ട് പാനിക്കായിട്ട് കുറച്ച് ദൂരയിൽ നിന്നാണ് വന്നത്. വെറും ഒരു ഫൈബ്രോയിഡിനോമയേ ഉള്ളൂ. പക്ഷെ അവരിനി അതെങ്ങാനും ക്യാൻസർ ആകുകയോ എന്നൊക്കെ സംശയിച്ചിട്ട് വന്നു. പക്ഷെ ഞാൻ ആ കുട്ടിയോട് ഒറ്റയ്ക്ക് മാറ്റി, മാതാപിതാക്കളോടൊപ്പം വന്നെങ്കിലും അവരോട് ചോദിച്ചപ്പോൾ അവർക്ക് അവരെതിരെ ഒരു ഹറാസ്മെന്റ് ഉണ്ടായി, ഒരു കുട്ടി. അപ്പൊ ആ ഹറാസ്മെന്റ് ഉണ്ടായത് ഒരു 6 മാസം മുമ്പ് ഒരിക്കലും ഒരു യാത്രക്കിടയിൽ അപ്രതീക്ഷിതമായ ഒരു ഹറാസ്മെന്റ്. അതുകൊണ്ട് തന്നെ ആ കുട്ടിയുടെ റൈറ്റ് ബ്രസ്റ്റിൽ ഒരു ഫൈബ്രോ അഡിനോമ ഉണ്ടാകുന്നു.
ആ ഫൈബ്രോയിഡിന് അപ്പൊ ഞാൻ ആ കുട്ടിയോട് പെട്ടെന്ന് പറഞ്ഞ് ഇതാണ് നിങ്ങൾക്ക് പ്രശ്നമുണ്ടായി, ഈ ഒരു വിഷയമാണ്. അപ്പൊ ആ കുട്ടിയോട് ഞാൻ ചോദിച്ചു, ഇത് നിങ്ങൾ മാതാപിതാക്കളോടോ മറ്റാരോടോ സംസാരിച്ചോ ഡിസ്ക്ലോസ് ചെയ്തിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ അവരെ പേടിച്ചിട്ട് ആരോടും പറഞ്ഞിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ആ കുട്ടിയോട് ഞാൻ അന്ന് സംസാരിച്ചത് ഇത്രയേ ഉള്ളൂ, ഇത് വളരെ ലളിതമാണ്, ഇതിനോടുള്ള നിങ്ങളുടെ ഒരു പ്രതികരണമാണ് ഇത് പ്രശ്നം. അതുകൊണ്ട് ഒറ്റ പ്രാവശ്യം ആ കുട്ടിക്ക് മെഡിസിൻ കൊടുക്കേണ്ടി വന്നുള്ളൂ, വെറും 15 ദിവസം കൊണ്ട് പറ്റും. നമുക്ക് ചിലപ്പോൾ ഹോമിയോപ്പതി മെഡിസിൻസും കൊണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ ഇത് മാറ്റാൻ സാധിക്കും. പക്ഷെ എങ്കിലും അവരോട് നമ്മൾ ഈ GSKയുടെ ഒരു അറിവ് കൂടെ പറയുമ്പോൾ ഇതുകൊണ്ടാണ് ഈ പ്രോബ്ലം ഉണ്ടായത് എന്ന് അവർക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ഇത് മാറാൻ കഴിയും. എനിക്ക് ഓർമ്മ ഒരൊറ്റ തവണയും എനിക്ക് ആ കുട്ടിക്ക് രണ്ടാമത് വന്നപ്പോൾ അത് നോർമൽ ആയിരുന്നു 1 മാസം കഴിഞ്ഞെത്തിയപ്പം. ഇങ്ങനെ 2 കേസ് എനിക്ക് ഒരേപോലെ തന്നെ, രണ്ടും റൈറ്റ് സൈഡിലാണ് ഉണ്ടായത്. അത് ലെഫ്റ്റ് സൈഡ് ആണെങ്കിൽ പലപ്പോഴും വീട്ടിൽ ഇപ്പം ഈ അടുത്ത കാലത്ത് എനിക്ക് വന്നിട്ടുള്ള മറ്റ് 2 കേസുകൾ, ഒരു ലെഫ്റ്റ് സൈഡ് ആയിട്ടുള്ള അത് ഞാനിവിടെ ഒരിക്കൽ സംസാരിച്ചിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിൽ ഒരു 68 വയസ്സുള്ള ഒരു ലേഡിക്ക് അത് പൂർണ്ണമായിട്ടും ക്യാൻസറസ് ഗ്രോത്ത് തന്നെയായിരുന്നു. അത് അഡിനോ കാർസിനോമ വലിയൊരു ഗ്രോത്ത് ആയിട്ടുണ്ടായി. അവരുടെ ഒരു മകൻ, 2 മക്കൾ 3 മക്കൾ ഉണ്ടായാലും ഒരു മകന് സാമ്പത്തികമായ ചില പ്രതിസന്ധികൾ ഉണ്ടാകുകയും ആ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നും അവരെ കരകയറുന്നതിന് പറ്റാതെ വരികയും വീട് നഷ്ടപ്പെടുകയും ഒക്കെ ചെയ്തപ്പോൾ അവരുടെ കൂടെ താമസിച്ചിരുന്ന ഈ ലേഡിക്ക് ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെയൊരു വിഷയം ഉണ്ടായി. അപ്പൊ ഞാൻ ഒരു പരിധി വരെ ആ വിഷയം അവരോട് പറഞ്ഞെങ്കിൽ അവർക്കത് മനസ്സിലായി. അവര് പെറ്റ് സ്കാൻ ഒക്കെ എടുത്തിരുന്നു, വളരെ അധികം വ്യാപിച്ചിട്ടുണ്ട്, ഇനി വെറും 2-3 മാസം മാത്രമേ അവർ ജീവിച്ചിരിക്കുകയുള്ളൂ, അധികം കാലം ജീവിച്ചിരിക്കില്ല എന്ന് പറഞ്ഞു. എങ്കിലും ഞാൻ ആ രോഗിയെ ശരിക്കും 3 വർഷത്തോളം ഞാൻ അവരെ ചികിത്സിച്ചു. പക്ഷെ 3 വർഷം ചികിത്സിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് ആ രോഗിയുടെ രോഗം കുറയ്ക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതായിരുന്നു എനിക്ക് തോന്നിയത്. കാരണം ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞെങ്കിലും അവരുടെ പ്രോബ്ലം ഒരിക്കലും മാറുന്നില്ല. ഇനി കുഴപ്പമില്ല, മക്കളൊക്കെ മുതിർന്നവരല്ലേ എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും അവർക്ക് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നില്ല. പിന്നെ 3 വർഷം കൊണ്ട് അവർക്കൊരു കുഴപ്പമില്ല, പക്ഷെ ആ ട്യൂമർ അത് അങ്ങനെ നിൽക്കുന്നു. അതിനുശേഷം പിന്നെ ഇത് കുറയാതിരുന്നു കഴിഞ്ഞപ്പോൾ അവർ വീണ്ടും എൻ്റെ അടുത്ത് നിന്നും, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മറ്റാരെങ്കിലും കാണിക്കൂ, പക്ഷെ ഒരിക്കലും വേറൊരാളെ കാണിച്ചു കഴിഞ്ഞാൽ അത് ശരിയാവില്ല എന്ന് വളരെ കൃത്യമായിട്ട് എനിക്കറിയാമായിരുന്നു. പക്ഷെ നിവൃത്തിയില്ല, അവര് പോയി. അവര് കുറച്ച് കീമോ നടത്തി. പിന്നെ ഞാൻ കുറച്ചു കാലം കഴിഞ്ഞ് 3 വർഷത്തിന് ശേഷം പിന്നെ ഒരു 2-3 മാസത്തിന് ശേഷം അവരുടെ ഫോട്ടോ പത്രത്തിൽ കണ്ടു, നിര്യാതയായി. അപ്പൊ അങ്ങനെ ഈ അറിവുകളും ഫലപ്രദമാകാതെ എനിക്ക് വന്നിട്ടുണ്ട് എന്ന് ഞാനൊന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഒരു ഹോമിയോപ്പതി മെഡിസിൻസ് കൊണ്ടും ഞാൻ അവരെ ചികിത്സിക്കാൻ ശ്രമിച്ചെങ്കിലും എനിക്ക് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല. അതേസമയം എനിക്ക് വേറൊരു റൈറ്റ് സൈഡിൽ തന്നെ ഇത് ലെഫ്റ്റ് സൈഡിലാണ്, റൈറ്റ് സൈഡിൽ ഒരു ലേഡിക്ക് അഡിനോ കാർസിനോമ ഉണ്ടായി. അവർക്ക് 75 വയസ്സായിരുന്നു. അവരുടെ ഒരു പ്രശ്നം വെച്ചാൽ റൈറ്റ് സൈഡിൽ എന്തുകൊണ്ടുണ്ടാകും എന്ന് ചോദിച്ചപ്പോൾ അവർക്ക് ഈ പറഞ്ഞ വിഷയങ്ങളൊന്നുമില്ല. പക്ഷെ അവരുടെ വിഷയം വളരെ മകനുമായിട്ടുള്ള ആർഗ്യുമെന്റ് ആയിരുന്നു. അപ്പൊ മകനെ കണ്ടത് മുതിർന്ന മകന് കണ്ടത് ഒരു മദർ ചൈൽഡ് റിലേഷൻസ് അല്ല. അപ്പോൾ അവർക്ക് റൈറ്റ് സൈഡിലുണ്ടായി. അവർക്ക് ഈ മകനുമായിട്ട് ഭയങ്കര ആർഗ്യുമെന്റ്, ഒരു തർക്കമാണ്. തർക്കം മറ്റു കാര്യമൊന്നുമല്ല, വളരെ ലളിതമായ കാര്യം. മകൻ ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്. അപ്പം പുള്ളിക്കാരന് ഈ ക്ഷേത്രത്തിൽ പോവുക അല്ലെങ്കിൽ ഈ ഭക്തിപരമായ കാര്യങ്ങളിലൊന്നും വിശ്വാസമില്ല. അമ്മയെ അത്ര അങ്ങ് പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. പക്ഷെ അമ്മ നേരെ തിരിച്ചാണ്. അമ്മയ്ക്ക് എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ പോകണം, വീടിന് തൊട്ടടുത്ത് ക്ഷേത്രമാണ്. അപ്പം പോകണമെന്ന് ആഗ്രഹമുണ്ട്, പോകുന്നതിന് നിരുത്സാഹപ്പെടുത്തുന്നില്ല, എങ്കിലും പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. അപ്പൊ ഇതൊരു തർക്കമായിട്ട് വരികയും ഇത് ഒരു വിഷയമായിട്ട് വരികയും, ഞാൻ അതിന് ശേഷം ഇവരെ രണ്ടുപേരെയും വിളിച്ച് സംസാരിച്ചു. പോകുന്നെങ്കിൽ പൊക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ആയിക്കോട്ടെ എന്ന്. പക്ഷെ അമ്മ പോയില്ല. എന്നാൽ ഇനി ഈ പ്രശ്നങ്ങളൊന്നും വരില്ല എന്ന് പറഞ്ഞു. ഇപ്പൊ 2 കൊല്ലമായി. 2 കൊല്ലം മുമ്പ് വന്നതാണ്. 78 വയസ്സായ ഒരാളിന് പിന്നെ വീണ്ടും മറ്റ് ചികിത്സ കീമോതെറാപ്പിയിലേക്കോ എക്സിഷൻ നടത്തുന്നതിനോ സർജറി നടത്തുന്നതിനോ റേഡിയേഷൻ നടത്തുന്നതിനോ താല്പര്യമില്ലാതിരുന്നതിനാൽ അവര് ചികിത്സയ്ക്കായിട്ട് എൻ്റെ അടുത്ത് എത്തി. ഞാൻ അവരോട് 2 പേരോട് ഈ കാര്യങ്ങളെല്ലാം സംസാരിച്ചു. അവർ 2 പേരും ശരിക്കും അത് റിസോൾവ് ചെയ്തു. അവർക്ക് മെഡിസിൻ നൽകി, വളരെ പെട്ടെന്ന് തന്നെ മാറുകയും ചെയ്തു. ഇപ്പൊ അവർക്ക് ഒരു കുഴപ്പവും കൂടാതിരിക്കുന്നു. 2 വർഷത്തിലധികമായി. അപ്പൊ അവർക്ക് മാറി.
കാരണം അവരെ നമുക്ക് റിസോൾവ് ചെയ്യാൻ കഴിഞ്ഞു. ആ കൂട്ടത്തിൽ ഹോമിയോപ്പതി മെഡിസിൻസും കൊടുക്കാൻ കഴിഞ്ഞു. അപ്പോൾ ഈ ബ്രസ്റ്റ് ഗ്ലാൻഡിന്റെ ഒരു വിഷയത്തിൽ പലപ്പോഴും റിസോൾവ് ചെയ്താൽ നമുക്ക് വളരെ എളുപ്പത്തിൽ മാറ്റാൻ സാധിക്കും. ഇതില്ലെങ്കിലും കറക്റ്റ് ഹോമിയോപ്പതി മെഡിസിൻസിൽ മാറുന്നുണ്ട് ഒരു അവകാശം തീർച്ചയായിട്ടും എല്ലാവർക്കും ഉണ്ട്. അത് തീർച്ചയായിട്ടും ശരിയാണ് താനും. പക്ഷെ പലപ്പോഴും മെയിൻറ്റെയിനിങ് കോസ്, ആ കോസ് അവിടെ നിൽക്കുമ്പോൾ പലപ്പോഴും പലരിലും മാറുന്നില്ല എന്നും നമ്മൾക്ക് കാണുന്നുണ്ട്. പിന്നെ നമുക്ക് ബ്രസ്റ്റ് ഗ്ലാൻഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കണ്ട പ്ലൂറ പെരിറ്റോണിയം. പ്ലൂറയിൽ വരുന്നത് ശരിക്കും ചെസ്റ്റിന് നേരെ ഒരു ലീഡി, ഒരു ക്ഷതം, യഥാർത്ഥത്തിൽ ഒരു ക്ഷതം ഉണ്ടാകുക. പക്ഷെ യഥാർത്ഥത്തിൽ ക്ഷതം ഉണ്ടായെങ്കിലും ആ വ്യക്തി എന്നെ ആക്രമിച്ചു എന്നുള്ള ഒരു ഫീലിംഗ് ഉണ്ടാകുമ്പോഴാണ് അവർക്ക് ഉണ്ടാകും ഈ പെരിറ്റോണിയം അല്ല പ്ലൂറയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകും. അപ്പൊ പ്ലൂറയിൽ ഒരു പ്രോബ്ലം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു സെൽ അഡീഷൻ, സെൽ ഓഗുമെന്റേഷൻ നടക്കും. തിരിച്ചു പിന്നെ അവിടെ ഒരു അൾസറേഷൻ വരുമ്പോൾ ഈ പ്ലൂറ, പെരിക്കാർഡിയം, പെരിറ്റോണിയം ഈ 3 അവയവങ്ങളിൽ കോൺഫ്ലിക്റ്റ് ഹീലിംഗ് ഫേസിൽ, കോൺഫ്ലിക്റ്റ് ആക്റ്റീവ് ഫേസിൽ അവിടെ അധികം അൾസറേഷൻ നടക്കുന്നു. പക്ഷെ ഹീലിംഗ് ഫേസിൽ അവിടെ വാട്ടർ റിട്ടൻഷൻ ഉണ്ടാകുന്നു. അതുകൊണ്ടാണ് എപ്പോഴും പെരിറ്റോണിയത്തിൽ അസൈറ്റിസ് എന്നൊരു കണ്ടീഷൻ ഉണ്ടാകുന്നത്. ഈ അസൈറ്റിസ് ഉണ്ടാകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഘടകം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ഹീലിംഗ് സിംറ്റമാണ്. ആ ഹീലിംഗ് സിംറ്റമാണ് എന്നുള്ള കാര്യം അവരെ പറഞ്ഞ് മനസ്സിലാക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് വളരെയധികം ഗുണം കിട്ടാം. പക്ഷേ ടാപ്പ് ചെയ്യുന്നതോടുകൂടി ഇപ്പം വലിയ തോതിൽ അസൈറ്റിസ് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ഡിസ്ട്രസ് ഉണ്ടാകും, ടാപ്പ് ചെയ്യേണ്ടി വന്നേക്കാം. പക്ഷെ പലപ്പോഴും ടാപ്പ് ചെയ്യുന്നതോടുകൂടി അവരുടെ ആൽബുമിൻ, ഗ്ലോബുലിൻ, പ്രോട്ടീൻ ലോസ് ഉണ്ടാകുകയും വളരെ പെട്ടെന്ന് തന്നെ ഈ വ്യക്തികൾ മരണത്തിലേക്ക് പോവുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ആ അനുഭവം പ്രത്യേകിച്ചും ക്യാൻസറസ് ഗ്രോത്തിൽ, ലിവർ കംപ്ലൈന്റുകളിലും അങ്ങനെയുള്ള കംപ്ലൈന്റുകളിലും ഒക്കെ അസൈറ്റിസ് ഉണ്ടാകുമ്പോൾ, അതേസമയം ഗ്രോസ് അസൈറ്റിസ് ഉണ്ടായിട്ട്, ബ്ലഡ് ക്യാൻസറുകൾ ഗ്രോസ് അസൈറ്റിസ് ഉണ്ടായിട്ട് അസൈറ്റിസ് ടാപ്പ് ചെയ്യാതെ തന്നെ ബ്ലഡ് ക്യാൻസറിൽ തന്നെ എല്ലാ സെല്ലിലൊക്കെ 1 ലാഖിന് മുകളിൽ ടോട്ടൽ കൗണ്ട് പോയിട്ടുള്ളത് നോർമലായ അവസ്ഥയും ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് അങ്ങനത്തെ കേസുകളും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അസൈറ്റിസ് എന്ന് പറയുന്നത് ഒരു അധികമായില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും പേടിക്കേണ്ടാത്ത ഒരു സിംറ്റമാണ്. പക്ഷെ പലപ്പോഴും അസൈറ്റിസ് ഒരു മനുഷ്യനൊരു ഭയപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെയാണ് പ്ലൂറസി വിത്ത് എഫ്യൂഷൻ വരുന്നതും ഇതേ വിഷയം തന്നെയാണ്. അതിൽ പിന്നെ മറ്റൊന്ന് വരുന്നതാണ് നമ്മൾ കാണുന്ന പെരിക്കാർഡിയത്തിൽ പെരിക്കാർഡിയൽ ടാമ്പോണേറ്റ്. അപ്പൊ അവിടെ ശരിക്കും വാട്ടർ റിട്ടൻഷൻ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഹാർട്ടിന്റെ പ്രവർത്തനത്തിലൊക്കെ വല്ലാതെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. പക്ഷെ അവിടെയും നമ്മൾ വരുന്ന ഒരാൾക്ക് എന്തുകൊണ്ട് ഹൃദയത്തിൽ ഒരു വെള്ളക്കെട്ടുണ്ടായി എന്നൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയുന്ന പ്രധാനപ്പെട്ട കാരണം ഇതാണ്, ഒരു അറ്റാക്ക്. ആ വ്യക്തി ചിന്തിച്ചത് ഇതാണ്, അയാൾ എൻ്റെ ഹൃദയത്തിനിട്ട് ആക്രമിച്ചു. ശരിക്കും അങ്ങനെ ഒരു വാക്കുകൾ ഉണ്ടാകാം, പക്ഷെ ആ വാക്കുകളാണെങ്കിലും അത് വ്യക്തിയിൽ അനുഭവപ്പെടുന്നത് ഈ രീതിയിലാണ്. ഇപ്പം ഇതാണ് പലപ്പോഴും പ്ലൂറ, പെരിറ്റോണിയം, പെരിക്കാർഡിയം ഈ പറഞ്ഞ കാര്യങ്ങൾ ഉണ്ടാകുന്നത്. കോറിയം സ്കിന്നിൽ ഞാൻ നേരത്തെ പറഞ്ഞു അവിടെയും അറ്റാക്ക് ആൻഡ് ഫൈറ്റ്, ആ കോൺഫ്ലിക്റ്റ് ആണുള്ളത്. അവിടെ ഡിസ്ഫിഗർമെന്റ് വരാം. ഈ ഡിസ്ഫിഗർമെന്റ് കാര്യം വരുമ്പോൾ എനിക്ക് ഒരു കേസ് കൂടി ഇവിടെ പറയാനുണ്ട്. അത് ഞാൻ ഒരിക്കലും ഇവിടെ സംസാരിച്ചിട്ടുള്ളതാണ്. അത് ഡിസ്ഫിഗർമെന്റിന്റെ ഭാഗമായിട്ടാണെങ്കിൽ ഞാൻ ഇപ്പോൾ ഈ സെറിബെല്ലാർ കൺട്രോൾഡ് ഓർഗൻസിൽ പറയുമ്പം അതുകൂടെ പറയുമ്പോൾ നമുക്ക് കൂടുതൽ മനസ്സിലാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അവിടെ ഒരു ലേഡി, ഒരു ടീച്ചറായിരുന്നു. ആ ടീച്ചറുടെ മുഖക്കുരു ഉണ്ടായി. അത് നെറ്റിയിലും മുഖത്തും എല്ലാം വലിയ മുഖക്കുരു. അത് നമ്മൾ അഗ്നി വൾഗാരിസ് എന്ന ഒരു അവസ്ഥ. അഗ്നി വൾഗാരിസ് എന്ന ഒരു അവസ്ഥയിൽ അവർ പല ആൾക്കാരെ കാണുകയും പല ഡോക്ടർമാരെ കാണുകയും എല്ലാം ചെയ്തെങ്കിലും ഇതൊന്നും മാറുന്നില്ല. അപ്പം മാറുന്നില്ലാത്ത ഈ കേസിൽ അവര് വിദേശത്ത് എന്നുള്ള ചില മെഡിസിൻസ് ആണ് അവർ മുഖത്ത് പറ്റിക്കൊണ്ടിരുന്നത്. ഒരാഴ്ചത്തേന് മെഡിസിൻ ആണ്ട് ഒരു 7,000-8,000 രൂപയുടെ പലതരത്തിലുള്ള മെഡിസിൻ പറ്റുന്നു. ഇവരിതെന്നും നോക്കുകയാണ്. എല്ലാ ദിവസവും ഫോട്ടോ എടുത്ത് നോക്കും, എല്ലാ ദിവസവും മുഖത്തോട്ട് നോക്കും. അപ്പൊ ഇതൊരു ഡിസ്ഫിഗർമെന്റ് എന്നുള്ള അവസ്ഥയിലേക്ക് എത്തി.
അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു എന്താണ് അത്, ഇതൊരു 1.5 വർഷം മുമ്പ് വന്ന ഒരു കേസാണ്. എന്താണ് നിങ്ങൾക്ക് നിങ്ങളുടെ മുഖം നഷ്ടപ്പെടുത്തിയ ഒരു പ്രോബ്ലം ഉണ്ടായെന്ന് ചോദിച്ചപ്പോൾ അവരൊരു ടീച്ചർ എന്ന നിലയിൽ അവരുടെ സ്കൂളിൽ തന്നെ അവരുടെ ഒരു സഹപ്രവർത്തകയിൽ നിന്നും അവർക്കുണ്ടായ ഒരു വിഷമകരമായ ഒരവസ്ഥ, അത് ഒരാക്രമണമായിട്ടാണ് ഇവർക്ക് തോന്നിയത്. അപ്പോൾ ഇവർ വളരെയധികം പ്രൊട്ടക്റ്റ് ചെയ്ത ആ സഹപ്രവർത്തകയെ ഇവർക്കെതിരായിട്ട് തിരികുകയും, അങ്ങനെ തിരിഞ്ഞപ്പോൾ എൻ്റെ മുഖം നഷ്ടപ്പെട്ടു, എന്നെ ആക്രമിച്ചു എന്നൊരു തോന്നൽ ഇവർക്ക് വരുന്നതോടുകൂടിയാണ്. അപ്പോൾ ഞാനത് അവരോട് പറഞ്ഞു, ഇതാണ് നിങ്ങളുടെ പ്രശ്നം. അപ്പോൾ അവരാ വിഷയങ്ങൾ ഓർത്തു. പിന്നെ ഞാൻ അവരോട് ഒരു കാര്യം കൊണ്ട് പറഞ്ഞു, നിങ്ങൾ ഇനി നാളെ മുതൽ ഫോട്ടോ എടുക്കുകയും കണ്ണാടിയിലധികം നോക്കാതെ ഇരിക്കുകയും ചെയ്യുവാണെങ്കിൽ ഇത് വളരെ പെട്ടെന്ന് മാറും. അത്ഭുതകരമായി വർഷങ്ങളായിട്ട് നിന്നത് വെറും 15 ദിവസം കൊണ്ട് 50% വ്യത്യാസം വരികയും പിന്നെ ഒരു പ്രാവശ്യവും കൂടെ വന്നിട്ട് പൂർണ്ണമായിട്ടും വളരെ പെട്ടെന്ന് മാറുകയും ചെയ്തു. അതങ്ങനെ ഇങ്ങനെ നമുക്ക് അത്ഭുതകരമായ ക്യൂറുകൾ ഉണ്ടാകുന്ന ഒരു 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 സിസ്റ്റമാണ് നമുക്ക്. അതിനോടൊപ്പം നമുക്ക് ഹോമിയോപ്പതി മെഡിസിൻസ് ഉപയോഗിക്കാൻ തീർച്ചയായിട്ടും കഴിയും. അതാണ് നമുക്ക് ഈ ഒരു അറിവ് കൊണ്ട് നമുക്ക് ലഭ്യമാകുന്നത്. അപ്പോൾ നമുക്ക് ഈ ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ ഇത്രയേ ഉള്ളൂ. സെറിബെല്ലത്തിലെ ബ്രസ്റ്റ് ഗ്ലാൻഡ്, ഫ്ലോറ, പെരിറ്റോണിയം, പെരിക്കാർഡിയം, കൊറിയം സ്കിൻ, ഇത്രയും മാത്രമേ സെറിബെല്ലാർ കൺട്രോൾഡ് ഓർഗൻസ് ഉള്ളൂ. അവിടെ നമുക്ക് ബ്രസ്റ്റ് ഗ്ലാൻഡിൽ നെസ്റ്റ് വറി, ബ്രസ്റ്റിന് എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഓർത്തോളുക, നെസ്റ്റ് വറി ആൻഡ് ആർഗ്യുമെന്റ്. റൈറ്റ് സൈഡിലാണെങ്കിൽ ഒരു പാർട്ട്ണറുടെ ഭാഗത്തു നിന്നുള്ള ആർഗ്യുമെന്റ്, തർക്കത്തിന്റെ ഭാഗമായിട്ടും റൈറ്റ് സൈഡിൽ ഇങ്ങനെയൊരു വിഷയം ഉണ്ടാകാം. കൊറിയം സ്കിന്നിൽ അറ്റാക്ക് ആൻഡ് ഫൈറ്റ്, അറ്റാക്ക് കോൺഫ്ലിക്റ്റ് ഉണ്ടായാൽ കൊറിയം സ്കിന്നിലും ഇതേ വിഷയം ഉണ്ടാകാം. ഇനി നമുക്ക് ഈ സെറിബെല്ലാർ ഓർഗൻസിൽ രണ്ട് വശത്തും ഉണ്ടാകുമ്പോൾ അതിനെ പറഞ്ഞു. അപ്പോൾ റൈറ്റ് സൈഡിൽ ഒരു വിഷയം മാത്രം ഉണ്ടായി, ചിലപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമുക്ക് സെറിബെല്ലം കോൺസ്റ്റലേഷൻ എന്ന് പറയും. കോൺസ്റ്റലേഷൻ എന്നൊരു വാക്ക് GNM-ലുള്ളതാണ്. കോൺസ്റ്റലേഷൻ ഷിസോഫ്രീനിക് കോൺസ്റ്റലേഷൻ എന്നാണ് വിളിക്കുന്നത്. ഷിസോഫ്രീനിക് കോൺസ്റ്റലേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ കൺവെൻഷനലി പതിച്ച ആ വാക്കിന്റെ അർത്ഥമല്ല ഇവിടെ ഷിസോഫ്രീനിക് കോൺസ്റ്റലേഷൻ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമുക്കൊരു മാനസികമായ ബുദ്ധിമുട്ടുകൾ ഈ രോഗികളിലുണ്ടെങ്കിലും കോൺസ്റ്റലേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ നക്ഷത്രക്കൂട്ടത്തിനെയാണ് കോൺസ്റ്റലേഷൻ വിളിക്കുന്നത്. തലച്ചോറിന്റെ, അതായത് നമ്മൾ ടാർഗറ്റ് കോൺഫിഗറേഷൻ എന്ന നമ്മുടെ ഒന്നാമത്തെ നിയമം പ്രകാരം കോൺഫ്ലിക്റ്റ് ഉണ്ടാകുമ്പോൾ അത് ബ്രെയിനിൽ അഫക്റ്റ് ചെയ്യുന്നു. ഏതെങ്കിലും ഒരു വശത്തുണ്ടാകുമ്പോൾ ആ അഫക്റ്റ് ചെയ്ത ബ്രെയിൻ സ്റ്റം ആണെങ്കിലും സെറിബെല്ലം ആണെങ്കിലും കോർട്ടക്സ് ആണെങ്കിലും മെഡുല ആണെങ്കിലും ഏത് ഭാഗത്താണെങ്കിലും ഒരു വശത്തുണ്ടാകുമ്പോൾ ആ വശത്തിൽ നമ്മൾ അതിനെ ആ വശത്തുണ്ടാകുന്ന ആ ഇമ്പാക്റ്റിനെയാണ്, കോൺഫ്ലിക്റ്റ് ഇമ്പാക്റ്റിനെ ടാർഗറ്റ് കോൺഫിഗറേഷൻ എന്ന് വിളിക്കുന്നു. ഒരേ സമയത്ത് രണ്ട് കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകുമ്പോൾ ആ കോൺഫ്ലിക്റ്റിന് വിളിക്കുന്ന പേരാണ് കോൺസ്റ്റലേഷൻ. ഒരു കോൺസ്റ്റലേഷൻ ഉണ്ടായിട്ടുള്ള വ്യക്തികളിലെല്ലാം മാനസികമായ ഒരു പ്രശ്നങ്ങൾ എപ്പോഴും കാണാറുണ്ട്. അപ്പോൾ സെറിബെല്ലാർ കോൺസ്റ്റലേഷൻസ് ഉണ്ടായാൽ, സെറിബെല്ലാർ കോൺസ്റ്റലേഷൻസ് ഉണ്ടാകുന്ന പ്രത്യേക അവസരങ്ങളുണ്ട്. പ്രത്യേകിച്ചും ഏറ്റവും കൂടുതലായിട്ടുള്ള പല ആൾക്കാരിലും പറയുന്നതാണ്, ഒരു ചെറുപ്പക്കാരായ കുട്ടികളിൽ അല്ലെങ്കിൽ സ്ത്രീകളിൽ, ഇപ്പൊ ചെറുപ്പക്കാർ ആൾക്കാരില്ല, പേരൻസ് തമ്മിൽ വഴക്കുണ്ടാക്കുമ്പോൾ, അതായത് ഓരോ പ്രാവശ്യവും മാതാപിതാക്കൾ തമ്മിൽ ഉണ്ടാകുന്ന വഴക്ക് ചിലപ്പോഴെങ്കിലും അവരിൽ ഡബിൾ ഇമ്പാക്റ്റ് ഉണ്ടാക്കാം, ഡബിൾ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാക്കാം. അമ്മയെ പ്രതിയും അച്ഛനെ പ്രതിയും രണ്ടുപേർക്കും ഉണ്ടാകാം. അപ്പോൾ അവർ പറയുന്നതാണ്, ഞാൻ എന്നാ പറയണ്ടേ, ഡെഡ് ഇൻസൈഡ്, എൻ്റെ ഉള്ളിൽ ഞാൻ മരിച്ചുപോയി. അപ്പൊ കോൺഫ്ലിക്റ്റിൽ ഈ രണ്ട് തരത്തിലുള്ള സെറിബെല്ലാർ കോൺഫ്ലിക്റ്റ് ഉണ്ട്. ഇപ്പം ബ്രസ്റ്റിലാണെങ്കിൽ റൈറ്റ് സൈഡിലോ ബ്രസ്റ്റിലും ലെഫ്റ്റ് സൈഡിൽ ബ്രസ്റ്റിലും ഒരു പ്രോബ്ലം ഉണ്ടാകുമ്പോൾ കോൺസ്റ്റലേഷൻ, അങ്ങനെയുള്ള ആൾക്കാരിലെല്ലാം തന്നെ ഒരു ഇമോഷണൽ നംനെസ് ഉണ്ടാകാറുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമോഷണൽ നംനെസ് എന്ന് പറഞ്ഞാൽ ഒന്നിനോടും പ്രതികരിക്കായിക, എന്തിനോടും ഒരു നിർജീവ അവസ്ഥയിൽ നിൽക്കുക, ഒരു പ്രതികരണം ഇല്ലാത്തതുപോലെ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും പറയാറുള്ള ഒരു വാക്കാണ് സ്റ്റക്കായിപ്പോയി. ഒന്നും സ്റ്റക്കായിപ്പോയി എന്നതിലപ്പുറം ഇമോഷണൽ നംനെസ്, അതിന്റെ കറക്റ്റ് വാക്കതാണ് ഇംഗ്ലീഷിൽ, ഇമോഷണൽ നംനെസ്. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരുന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കോൺസ്റ്റലേഷൻസ് വരുന്നത് കൊണ്ട് ഫർദർ ആയിട്ടുള്ള അറ്റാക്കുകളിൽ നിന്നും ഈ വ്യക്തിയെ തടയും.
ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഒരു വിധത്തിലുള്ള എന്താ നംഡായിട്ടുള്ള മരവിച്ച അവസ്ഥ. അപ്പം പല വ്യക്തികളിലും ഒരു വലിയൊരു ലോസ് ഉണ്ടാകുമ്പോൾ, അതല്ലെങ്കിൽ വലിയൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഒന്ന് കരയാൻ പോലും ആകാതെ നമ്പായി നിൽക്കുക എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? അത് പലപ്പോഴും ഈ സെറിബെല്ലാർ കോൺസ്റ്റലേഷൻസിന്റെ ഒരു കാര്യമാണ് ഇതുണ്ടാകുന്നത്. അതുപോലെ തന്നെ ഡിസോറിയന്റേഷൻസ് ഉണ്ടാകുന്നത് പലപ്പോഴും സ്ഥലകാലബോധം നഷ്ടപ്പെടുന്ന പലപ്പോഴും ബ്രെയിൻ സ്റ്റെം കോൺസ്റ്റലേഷൻസിലാണ് സ്ഥലകാലബോധം നഷ്ടപ്പെടുന്നത്. അത് കഴിഞ്ഞ ദിവസം ഞാൻ അതിനെപ്പറ്റിയും കുറച്ച് സംസാരിച്ചിരുന്നു. ബ്രെയിൻ സ്റ്റെം കോൺസ്റ്റലേഷൻസിൽ സ്ഥലകാലബോധം ഡിസോറിയന്റേഷൻ എന്ന് പറയുന്നത്. അപ്പോഴാണ് നമ്മളെല്ലാവരും പറയാറുണ്ട്, പലപ്പോഴും ഇപ്പൊ പറയുന്നുണ്ട് അത് സോഡിയം കുറഞ്ഞിട്ട് പോയിട്ടാണ്. പക്ഷെ യഥാർത്ഥത്തിൽ സോഡിയം കുറവല്ല, മറിച്ച് ഈ കോൺസ്റ്റലേഷൻ എന്നതാണ്. അടുത്ത ദിവസം ഞാനൊരു നമുക്ക് GSK മാസ്റ്ററിയിൽ എൻ്റെ ഒരു കേസ് പ്രസന്റേഷൻസ് ഉണ്ട്. അതിനുശേഷം ആ കേസുകൾ നമുക്ക് ഈ ഗ്രൂപ്പിലും ഞാൻ പ്രസന്റ് ചെയ്യാം. ഒരു വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊരു കേസാണ് അത്. അടുത്ത ക്ലാസ്സുകളിൽ ഞാൻ തീർച്ചയായിട്ടും അത് പറയാം. അപ്പോൾ ഇവിടെ ഈ സെറിബെല്ലാർ കോൺസ്റ്റലേഷൻസും കൂടി നമ്മൾ ഓർത്തിരിക്കുക. ഇത്തരം മാത്രമേ ഈ സെറിബെല്ലാർ കോൺസ്റ്റലേഷൻസിനെ പറ്റി നമുക്ക് കൂടുതൽ പറയാനുള്ളൂ. അപ്പം കൂടുതലായിട്ട് നമുക്ക് ഇത്രയും ഈ ഒരു അറിവുകൾ കൊണ്ട് നമുക്ക് ബ്രെയിൻ സ്റ്റെം, സെറിബെല്ലം, അതിൻ്റെ ഇടയ്ക്കുള്ള സ്മൂത്ത് മസിൽസിന്റെ മിഡ് ബ്രെയിൻ. സ്മൂത്ത് മസിൽസ് എവിടെയാ കൺട്രോൾ ചെയ്യുന്നത് എന്ന് ഞാൻ മുമ്പേ പറഞ്ഞു. ശരീരത്തിലുള്ള എല്ലാ ട്യൂബുകളുടെയും, പ്രത്യേകിച്ച് കുടല്, അതല്ലെങ്കിൽ ഗ്ലാൻഡുകളുടെ ഡക്റ്റ്, ഇവിടെയെല്ലാം ആ ബ്ലഡ് വെസൽസിനും അതുപോലെ തന്നെ ആർട്ടറി, വെയിൻ, ഇതിൻ്റെ മസ്കുലാർ പാർട്ടിലും നമുക്ക് എൻഡോത്തീലിയം ഉണ്ട്. 3 കവറിങ് ഉണ്ടല്ലോ ഓരോ ബ്ലഡ് വെസൽസിനും. അതിൻ്റെ ആ മിഡിൽ പാർട്ടിലും മസിൽസ് കവർ. അതെല്ലാം ആ മസിൽസിനെ എല്ലാം സ്മൂത്ത് മസിൽസിന്റെ കൂട്ടത്തിലാണ് പഠിക്കുന്നത്. അതിൻ്റെ കൺട്രോളും മിഡ് ബ്രെയിനിൽ നിന്നാണ്. മിഡ് ബ്രെയിൻ ഈസ് എ പാർട്ട് ഓഫ് ദി ബ്രെയിൻ സ്റ്റെം. യഥാർത്ഥത്തിൽ ബ്രെയിൻ സ്റ്റെമ്മിന്റെയും സെറിബെല്ലത്തിന്റെയും ഇടയ്ക്കാണ് മിഡ് ബ്രെയിൻ സ്ഥിതി ചെയ്യുന്നത്. ഈ കുറച്ചു കാലം നമ്മൾ ഈ ഒരു അറിവിൽ ഇതിനകത്ത് നിൽക്കുമ്പോൾ ഈ ബ്രെയിനിനെ പറ്റിയൊക്കെ ഡോക്ടർ വർഗീസ് പറഞ്ഞ പോലെ നമ്മൾ പഠിക്കും. പഠിക്കാതിരിക്കില്ല, നമ്മൾ അറിയും ഉറപ്പായിട്ടും. ഈ അറിയുക ഈ അടുത്ത കാലത്ത് ഈ വളരെ ഗൗരവമായി GSK പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് ബ്രെയിൻ എന്താണ്, അല്ലെങ്കിൽ ബ്രെയിനിനെ പറ്റി ഈ ഓരോ ഭാഗവും അതിന്റെ കൺട്രോൾ സെന്ററുകളും, ആ കൺട്രോൾ സെന്ററിന് എവിടെ ഇമ്പാക്റ്റ് ഉണ്ടായാലും എന്ത് വിഷയം ഉണ്ടാകുന്നു എന്ന കാര്യത്തെ പറ്റിയൊക്കെ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് അറിവ് നമുക്ക് ലഭിച്ചത്. അത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ അറിവ് ലഭിക്കാവുന്നതാണ്. അപ്പോൾ എപ്പോഴും ഓർത്തോളുക, ഒരു ബ്രസ്റ്റിൽ ഒരു വിഷയം ഉണ്ടായാൽ there is a estuary or an argument എന്നുള്ള ആ ഒറ്റ വിഷയം മതി. അതാണ് നമ്മൾ മാറ്റേണ്ടത്. അത് മാറ്റുക എന്ന് പറയുമ്പോൾ ചിലപ്പോൾ എളുപ്പമല്ല. കാരണം പല വീട്ടിലും പല വിഷയങ്ങളിലും പല കുടുംബങ്ങളിലും പല പ്രശ്നങ്ങൾക്കും പരിഹാരം നമുക്ക് നിർദ്ദേശിക്കാനേ പറ്റുള്ളൂ. പരിഹരിക്കേണ്ട ഉത്തരവാദിത്വം അവരവരുടെയാണ്. അതുകൊണ്ടാണ് പലപ്പോഴും GSK പറയുന്നത്, നിങ്ങൾ GSK ഓരോ വ്യക്തിയും പഠിക്കേണ്ടതാണ്. കാരണം രോഗികളും ഡോക്ടർമാർ പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർമാരുടെ വിഷയങ്ങൾ മാത്രമേ അവർക്ക് റിസോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു രോഗിയുടെ വിഷയങ്ങൾ അവർക്ക് റിസോൾവ് ചെയ്യാൻ പറ്റില്ല. പിന്നെ വളരെ സീരിയസ് ആയിട്ടുള്ള രോഗങ്ങളെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കഴിഞ്ഞ ദിവസം ഒരു ക്ലാസ് കേട്ട്, കഴിഞ്ഞ ദിവസത്തെ ബുധനാഴ്ചത്തെ നമ്മുടെ ഈ ക്ലാസ്സിൽ തന്നെ കരോട്ടിഡ് കാവർണസ് സൈനസ് ഫിസ്റ്റുല, ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കരോട്ടിഡ് ആർട്ടറി കാവർണസ് സൈനസിൽ, കണ്ണിന്റെ പുറകിലേക്കുള്ള കാവർണസ് സൈനസിലേക്ക് ഫിസ്റ്റുലയായി, കരോട്ടിഡ് ആർട്ടറിയും ആ വെയിനുമായിട്ടൊരു ഫിസ്റ്റുല ഉണ്ടായി, ആർട്ടറിയിൽ നിന്നും വെയിനിലേക്ക് ഫിസ്റ്റുല ഫോർമേഷൻ ഉണ്ടാവുകയും കണ്ണിൽ വീക്കം ഉണ്ടാവുകയും ഭയങ്കര ഗുരുതരമായ ഒരു രോഗത്തെ ഹോമിയോപ്പതി മെഡിസിൻസിന് തീർച്ചയായിട്ടും ഇമ്പോർട്ടൻസ് ഉണ്ട്. അതിലുപരി ആ വ്യക്തിക്ക് എന്തുകൊണ്ട് ആ പ്രശ്നം ഉണ്ടായി എന്ന് ആ വ്യക്തിയോട് പറഞ്ഞപ്പോഴാണ് അത് വളരെ പെട്ടെന്ന് തന്നെ മാറിയത്. അതല്ലെങ്കിൽ അത്ര എളുപ്പമൊന്നും ഇങ്ങനെയുള്ള രോഗങ്ങൾ മാറുന്നില്ല. അതുകൂടാതെ കഴിഞ്ഞ ഞായറാഴ്ചത്തെ അക്യൂട്ട് പെയിനുകൾ, വേദനകൾ, ഒരു ഹംഗേറിയൻ ഹംഗേറിയൻ GSK തെറാപ്പിസ്റ്റ് പറഞ്ഞു, സംസാരിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ മാറുന്നതാണ് വേദനകൾ.
വളരെ ബയോസ്വിച്ച് ഓൺ ആൻഡ് ഓഫ് ഡോക്ടർ ഡാനി കാരലിന്റെ ഒരാശയം. അപ്പൊ നമുക്കിതൊക്കെ മനസ്സിലാക്കുന്നതിനുള്ള ഒരു അവസരമാണ് ഈ അറിവ്. എന്താണേലും എന്നെ ശ്രവിച്ച എല്ലാവർക്കും ഞാൻ നന്ദി പറയുകയാണ്. അപ്പം നമുക്കൊരു 15 മിനിറ്റ് ഇനി ഇതിനെപ്പറ്റി എന്തെങ്കിലുമൊക്കെ ചോദ്യം ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം. ഡോക്ടർ വർഗീസ് ഇവിടെ ഒപ്പമുണ്ട്. എന്ത് സംശയം ഉണ്ടെങ്കിലും എനിക്കറിയാവുന്ന ഞാൻ പറഞ്ഞുതരാം. പോരാത്ത കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ഡോക്ടർ വർഗീസ് നമ്മുടെ ഒപ്പമുണ്ട്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ചാറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതി വിടാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിക്കാം. ഡോക്ടർ അനിത. ഡോക്ടർ, കോൺസ്റ്റലേഷൻ എന്ന് പറഞ്ഞത് ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്താൽ കൊള്ളായിരുന്നു. കോൺസ്റ്റലേഷൻ എന്ന വാക്ക് അതായത് നമുക്ക് സാധാരണ ഈ 5 ബയോളജിക്കൽ ലോസിൽ ഒന്നാമത്തെ ലോ ആണ് ദ കോൺഫ്ലിക്റ്റ്. കോൺഫ്ലിക്റ്റ് ഉണ്ടാകുമ്പോൾ ബ്രെയിനിൽ സൈക്ക് ബ്രെയിൻ ഓർഗനിൽ സിങ്ക്രണസ് ആയിട്ട് ഒരുമിച്ചാണ് ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. സാധാരണഗതിയിൽ നമ്മൾ പറയും അവയവത്തിലാണ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായത്, ഓർഗനിലാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയില്ല. സൈക്ക് ബ്രെയിൻ ഓർഗൻ എന്ന് പറയുന്ന ഒരു ഒരുമിച്ച് പ്രവർത്തിക്കുന്നതാണ്. ഇപ്പൊ നമ്മൾ പേടിക്കുന്ന സമയത്ത് പേടിക്കുമ്പോൾ പേടി ശരിക്കും അനുഭവപ്പെടുന്നത് എവിടെയാണ്? സൈക്കിലാണ്. അതേസമയം നമ്മുടെ ഹാർട്ട് റേറ്റ് കൂടി, അതേസമയം നമുക്ക് വേർത്തു. അപ്പം പേടിച്ചു എന്ന അവസ്ഥ ഉണ്ടായ ആ സെക്കൻഡിൽ തന്നെ ഹാർട്ട് റേറ്റ് കൂടി. അപ്പൊ ഇത് മൂന്നും കൂടി ഒരുമിച്ച് വരുന്നു. പക്ഷെ ഒരു രോഗം എന്ന അവസ്ഥ അല്ലെങ്കിൽ ബയോളജിക്കൽ സ്പെഷ്യൽ പ്രോഗ്രാം എന്നൊരു അവസ്ഥ ഓർഗനിൽ ഉണ്ടാകുമ്പോൾ ആ ഓർഗനിൽ എവിടെയാണോ ബാധിച്ചിരിക്കുന്നത് ആ കറസ്പോണ്ടിങ് അതിന്റെ കൺട്രോൾ സെന്ററിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടായി. ആ ഇമ്പാക്റ്റിനെയാണ് നമ്മൾ CT സ്കാനിൽ റീഡ് ചെയ്യുന്നത്. ആ CT സ്കാനിൽ റീഡ് ചെയ്യുമ്പോൾ ഒരു വശത്ത് മാത്രം ഉണ്ടെങ്കിൽ അത് സിംഗിൾ ഇമ്പാക്റ്റ് ആണ്. അത് ഒരേ സമയം 2 വശത്തും ഉണ്ടാകുമ്പോഴാണ് ഇതിനെ കോൺസ്റ്റലേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒരേ സമയത്ത് ബ്രെയിനിന്റെ 2 വശത്തും ഇമ്പാക്റ്റ് ഉണ്ടാകുക, ഒന്നിൽ കൂടുതൽ അല്ലെങ്കിൽ 2ൽ കൂടുതൽ ടാർഗറ്റ് കോൺഫിഗറേഷൻ എന്ന ഇമ്പാക്റ്റ് ഉണ്ടാകുമ്പോഴാണ് നമ്മൾ കോൺസ്റ്റലേഷൻ എന്ന് വിളിക്കുന്നത്. അത് ബ്രെയിൻ സ്റ്റം കോൺസ്റ്റലേഷൻ ഉണ്ട്, സെറിബെല്ലാർ കോൺസ്റ്റലേഷൻ ഉണ്ട്, കോർട്ടക്സ് കോൺസ്റ്റലേഷൻ ഉണ്ട്, മെഡുല കോൺസ്റ്റലേഷൻ ഉണ്ട്. അത് കോർട്ടിക്കൽ കോൺസ്റ്റലേഷൻസിനെയാണ് വളരെയധികം നമ്മൾ നിംഫോ കോൺസ്റ്റലേഷൻസ് അല്ലെങ്കിൽ ഫ്ലൈയിങ് കോൺസ്റ്റലേഷൻസ്, അഗ്രസീവ് കോൺസ്റ്റലേഷൻസ്, അതുപോലെ തന്നെ ബൈറ്റ് കോൺസ്റ്റലേഷൻസ്, അതായത് മോട്ടോ കോർട്ടക്സ് ഉണ്ടായിരുന്ന ഹിയറിംഗ് കോൺസ്റ്റലേഷൻ, മിത്തോ കോൺസ്റ്റലേഷൻ, ഓട്ടിസ്റ്റിക് കോൺസ്റ്റലേഷൻ, മാർക്കിംഗ് കോൺസ്റ്റലേഷൻ, അനോറക്സിയ കോൺസ്റ്റലേഷൻ, പാരനോയിഡ് കോൺസ്റ്റലേഷൻ, അങ്ങനെ പല കോൺസ്റ്റലേഷൻസ്. ഇതൊക്കെ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പലപ്പോഴും മാനസിക രോഗം എന്ന് പറഞ്ഞ് മാറ്റി വെട്ടിരിക്കുന്ന പലതും കോൺസ്റ്റലേഷൻസ് ആണ്. ആ കോൺസ്റ്റലേഷൻസിനോടൊപ്പം സൈക്കിൾ എന്തൊക്കെ പ്രോബ്ലം ഉണ്ടോ അതിനോടൊപ്പം തന്നെ അവർക്കൊരു ഫിസിക്കലായിട്ടുള്ള പ്രോബ്ലംസും കൂടി ഉണ്ട് എന്ന് മനസ്സിലാക്കുകയാണ്. അതാണ് കോൺസ്റ്റലേഷൻസ് കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. ഡോക്ടർ അനിത. ഇപ്പൊ ഡോക്ടർ പറഞ്ഞത് ബ്രെയിൻ കോൺസ്റ്റലേഷൻ ഉണ്ട്, മെഡുല കോൺസ്റ്റലേഷൻ ഉണ്ട്, കോർട്ടക്സ് കോൺസ്റ്റലേഷൻ ഉണ്ടല്ലേ? ബ്രെയിനിലുള്ള എല്ലാ ഭാഗത്തും നമ്മൾ ബ്രെയിനിന്റെ ഒരു ഭാഗങ്ങളാണല്ലോ ബ്രെയിൻ സ്റ്റം, സെറിബെല്ലം, സെറിബ്രൽ കോർട്ടക്സ്, മെഡുല. അതിന്റെ 2 വശത്തും ഇപ്പം നമ്മുടെ ഒരു വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ഇപ്പം ഈ ജന്മനാ ചില പ്രശ്നങ്ങളുമായിട്ട് വരുന്ന ആൾക്കാർ മദ്യപിക്കുമ്പോൾ അവർ പെട്ടെന്ന് ചില സ്വഭാവങ്ങൾ വ്യത്യാസം ഉണ്ടാകും. അതായത് ശരിക്കും ചില ഇമ്പോൺ ആയിട്ട് ചില പ്രോബ്ലവുമായിട്ട് ജനിക്കുന്ന വ്യക്തികളിൽ ഒരു മദ്യപാനം ഉണ്ടായി കഴിയുമ്പോൾ പിറ്റേത് ആ മദ്യം അങ്ങ് ചെന്ന് കഴിയുമ്പോൾ തന്നെ ചിലയാൾ കരയാൻ തുടങ്ങും, ചിലയാൾ ചിരിക്കാൻ തുടങ്ങും. സ്വഭാവത്തിൽ വ്യത്യാസം ഉണ്ടാകും. ദാറ്റ് ഇസ് എ ടെമ്പററി കോൺസ്റ്റലേഷൻസ്. എന്തുകൊണ്ടാണ് മദ്യം കഴിച്ചു കഴിഞ്ഞാൽ ചില ആൾക്കാരുകൾ നിന്ന നിൽപ്പിൽ സ്വഭാവം മാറുന്നത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ GSKയുടെ ഈ കോൺസ്റ്റലേഷൻ എന്ന ആശയം മാത്രമേ അതിന് കാരണമുള്ളൂ. അല്ലെങ്കിൽ നമ്മളെല്ലാവരും പറയും കുടിച്ച അവന് അല്ലെങ്കിൽ അവൾ ചിരിക്കും, അല്ലെങ്കിൽ കരയും, ചിലര് പാട്ട് പാടും, ചിലര് അക്രമാസക്തരാകും. എന്തുകൊണ്ട് അക്രമാസക്തരാകുന്നു, എന്തുകൊണ്ട് പാട്ടുപാടി, എന്തുകൊണ്ട് എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ അവരിൽ ജന്മന ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട്. അതിനുശേഷം മദ്യം എന്നത് ബ്രെയിനിൽ ഒരു കോൺഫ്ലിക്റ്റ് ലൈക്ക് സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോൾ അവര്
കോൺസ്റ്റലേറ്റഡ് ആകുന്നു. അത് താൽക്കാലികമാണ്. അതല്ലാത്തവരിൽ സ്ഥിരമായിട്ട് നിൽക്കുമ്പോഴാണ് പലപ്പോഴും ഈ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഒരു പ്രത്യേക രീതിയിലുള്ള പെരുമാറ്റം. കോൺസ്റ്റലേഷനെ പറ്റി നമുക്ക് വിശദമായിട്ട് തന്നെ സംസാരിക്കുന്നതിന് ഇനി വരും കാലങ്ങളിൽ വർഗീസ് ഡോക്ടറോ അല്ലെങ്കിൽ ഞാനോ നമുക്ക് എപ്പോഴേലും കുറച്ച് കഴിയുമ്പോൾ നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാം. അതൊരു ഒരു താങ്ക് യു. ഓക്കെ. സാറേ പറഞ്ഞോളൂ. ഡോക്ടർ ശശി കവർ ചെയ്യാത്ത ഒരു ഭാഗം നമ്മുടെ ഹാർട്ടിന്റെ കവറിങ്ങിന്റെ, അതായത് അതിനെക്കുറിച്ച് അധികം പറഞ്ഞില്ല. വേണമെങ്കിൽ ഈ ഹാർട്ടിനോടുള്ള അറ്റാക്ക് അത് വെർബൽ അറ്റാക്ക് ആവാം, നമ്മുടെ ഓപ്പറേഷന് മുമ്പുള്ള അറ്റാക്ക് ആവാം, ഓപ്പറേഷൻ തുടർന്നിട്ടുള്ള അറ്റാക്ക് ആകാം. അപ്പോൾ ഈ കാർഡിയാക് ടാംപോണൈഡ് അല്ലെങ്കിൽ ഹാർട്ട് ഫെയിലിയർ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടെ ഒന്ന് വിശദീകരിച്ചാൽ അതും സെർബല്ലത്തിന്റെ കീഴിൽ വരുന്നതായത്. അതെ അതെ, ഞാനത് പറഞ്ഞായിരുന്നു, കാർഡിയാക് ടാംപോണൈറ്റ് എന്ന് പറഞ്ഞു. പക്ഷെ അത് കൂടുതൽ പറഞ്ഞില്ലെന്ന് മാത്രമേ ഉള്ളൂ. അത് സംസാരിച്ചായിരുന്നു, ഒറ്റ വാക്കേ ഉള്ളൂ. അത് കൂടുതൽ നമ്മൾ ഒരു കാർഡിയാക് പ്രോബ്ലത്തിനെ ആണല്ലോ എന്ന് കരുതിയിട്ട് കൂടുതൽ സംസാരിക്കാതിരുന്നതാണ്. അപ്പൊ ഡോക്ടർ പറഞ്ഞത് ആ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡ്യൂ ടു ദി 180 ഡിഗ്രീസ് ഷിഫ്റ്റ്, അതായത് റൊട്ടേഷൻ എംബ്രിയോളജിയിൽ വരുന്നത് കൊണ്ട് റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് എന്നുള്ള ഹാർട്ടിന്റെ കാര്യത്തിൽ ആപ്ലിക്കബിൾ അല്ല. ദാറ്റ് വിൽ സിമുലേറ്റ് ടു ദി ബ്രെയിൻ സ്റ്റം കൺട്രോൾഡ് ഓർഗൻ പോലെ ആകും. അതുകൊണ്ട് റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് അവിടെ ആപ്ലിക്കബിൾ അല്ല, ഡ്യൂ ടു ദി 180 ഡിഗ്രി റൊട്ടേഷൻ. ഓക്കെ. ഞാൻ ഇന്നിപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ എൻ്റെ ഓർമ്മയിൽ നിന്നുള്ള സാധാരണ ഇതിൽ ഒരു ലേശം പ്രിപ്പയർ ചെയ്യാറ്, ഇന്ന് പ്രിപ്പയർ ചെയ്യാൻ ഇന്നൊരു യാത്രയായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് ഞാനൊരു രാവിലെ ഒരു യാത്ര പോയിട്ട് ഒരു 8 മണിക്ക് വന്നതേ ഉള്ളൂ. അതിനുശേഷം ഓർമ്മയിൽ നിന്നാണ് ഇത്രയും പറഞ്ഞത്. അതുകൊണ്ടാണ് ചെറിയ സംശയം ഉണ്ടായത്. കുഴപ്പമൊന്നുമില്ല. ഞാൻ ഓക്കെ. അനിത ഡോക്ടറെ, ഇപ്പം വേറെ ആർക്കും ഇനി സംശയമൊന്നും ഇല്ലെന്ന് തോന്നുന്നല്ലോ. ഡോക്ടർ ദേവാനന്ദുണ്ട്. കുറെ എനിക്ക് പരിചയമുള്ള കുറേ ഡോക്ടർമാരുണ്ടല്ലോ ഇവിടെ. ആർക്കും ഒന്നുമില്ല. ഒരു ചോദ്യം ചോദിക്കണ്ട. എല്ലാം ചോദ്യം ചോദിക്കുവാണെങ്കിൽ കൃത്യമായിട്ട് നമുക്കൊരു ഉത്തരം പറയാൻ സാധിക്കും. അത് മാത്രമല്ല, ചോദ്യത്തിൽ നിന്നകത്തുനിന്ന് എവിടം വരെ ആണ് നിങ്ങൾ എത്തി നിൽക്കുന്നത് എന്നും കൂടി നമുക്ക് മനസ്സിലാവും. അതുകൊണ്ടാണ് ഞാൻ 15 മിനിറ്റ് നേരത്തെ നിർത്തിയതാണ്. സാറേ ആർക്കും സംശയം ഇല്ലെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് സെഷൻ എൻഡ് ചെയ്യാം അല്ലേ? ഇല്ല, വേറെ എന്തെങ്കിലും സംസാരിക്കാൻ? എന്നാലും 10 മിനിറ്റ് ഉണ്ട്. ഹലോ ഡോക്ടർ പറഞ്ഞോളൂ. ഹരിഹരൻ ഡോക്ടർ. ഈ അടുത്ത കാലത്ത് ഈ കൊറോണ വന്നവർക്കും 2 ആർഗ്യുമെന്റ് ആണുള്ളത്. ഒന്ന്, കൊറോണ വന്നവർക്ക് ഒരു ഗ്രൂപ്പ് പറയുന്നു ഈ വാക്സിനേഷൻ എടുത്തവർക്ക് ഈ ഇൻസ്റ്റന്റ് ഡെത്ത് മാത്രമല്ല ഒത്തിരി ഹാർട്ട് കംപ്ലൈൻസ് ഇപ്പൊ കാണുന്നുണ്ട്. എനിക്കറിയാവുന്ന തന്നെ ഒരു 4 പേർക്ക് ഹാർട്ടിന് കംപ്ലൈൻസ് ഉണ്ട്. പക്ഷെ ഇൻസ്റ്റന്റ് ഡെത്ത് നടന്ന ആളിനെ എനിക്കറിയാം. ഒരു 40 ഇയേഴ്സ് ഒക്കെ ഉള്ള ആളിന്. അത് ജി എൻ എംത്തിന്റെ വ്യൂവില് നോക്കുമ്പം അതിനെപ്പറ്റി എന്താ ഡോക്ടറുടെ കാഴ്ചപ്പാട്? ശരിക്കും ഒരു ഹാർട്ടിനൊരു കംപ്ലൈന്റ് ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു മെഡിക്കൽ രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ ഹാർട്ടിന്റെ പ്രശ്നങ്ങളെ നമുക്ക് യഥാർത്ഥത്തിൽ ഒന്ന് കൊറോണറി ആർട്ടറി ഡിസീസ് ആണ് എങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു ടെറിട്ടോറിയൽ ഇഷ്യൂവിന്റെ ഫലമായിട്ടാണ്. ആ കൊറോണറി ആർട്ടറി പെട്ടെന്ന് അവിടെ ഒരു പ്രോബ്ലം ഉണ്ടാകുകയും കൊറോണറി ആർട്ടറിയിൽ ഇൻറ്റിമയിലെ സെല്ലുകൾ നഷ്ടപ്പെട്ടു പോവുകയും കോൺഫ്ലിക്റ്റ് റിസോൾവിന് ശേഷം ആ സെല്ലുകൾ നഷ്ടപ്പെട്ടു പോയിട്ട് റിലീഫ് ഉണ്ടാകുന്ന അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ് റിസൊല്യൂഷൻ നാളുകൾക്ക് ശേഷം ഉണ്ടാകുകയാണെങ്കിൽ പെട്ടെന്നുള്ള റിസോൾവ്മെന്റ് എന്ന് പറയുന്നത് ഇൻസ്റ്റന്റ് ഡെത്ത് തന്നെയാണ് ഉണ്ടാകുന്നത്. അത് കൊറോണറി ആർട്ടറി. പിന്നെയുള്ള
കാർഡിയാക് അറസ്റ്റ്, അവിടെ ശരിക്കും റൈറ്റ് സൈഡ് ഓഫ് ദി ഹാർട്ട്, ലെഫ്റ്റ് സൈഡ്, അതപ്പോൾ അവിടെ നോഡിലാർ കംപ്ലൈൻ്റ് ആണ്, എസ് എ നോഡ്, എ വി നോഡ്, അല്ലെങ്കിൽ അവിടെ റിതം ഫോർമേഷൻസിൽ ഉണ്ടാകുന്ന തകരാറ്. അപ്പോൾ ഇതിൽ പലപ്പോഴും നമ്മൾ ഹാർട്ട് ഫെയിലിയർ ആയിട്ടാണ് വരുന്നത് എന്ന് പറയുമെങ്കിലും യഥാർത്ഥത്തിൽ അവർക്ക് എന്ത് സംഭവിച്ചിട്ടാണ് മരണമുണ്ടായത് എന്നൊരു കാര്യത്തിൽ നമുക്കൊരു എന്താ പറയണ്ട ഹൈപ്പോത്തിസിസിൽ മാത്രമേ പലപ്പോഴും പറയാൻ സാധിക്കുകയുള്ളൂ. കാരണം പിന്നെ ഒരു പോസ്റ്റ്മോർട്ടത്തിൽ കൂടി മാത്രമേ അവർക്ക് കൊറോണറി ആർട്ടറി ഡിസീസ് മൂലമാണോ മരിച്ചത്, അതല്ല കാർഡിയാക് ഈ പറഞ്ഞ പ്രശ്നം മൂലമാണോ, അതല്ലെങ്കിൽ ഒരു ടംബോണൈഡ് മൂലമാണോ മരിച്ചത് എന്ന് നമ്മൾക്ക് പറയത്തില്ല. നമ്മളിപ്പോൾ പലപ്പോഴും കേൾക്കുന്നത് ഇപ്പം കൊറോണയ്ക്ക് ശേഷം അതല്ലെങ്കിൽ വാക്സിന് ശേഷം ഇപ്പോൾ ആരോപിക്കപ്പെടുന്നത് പോലെ ധാരാളം ആൾക്കാർ മരിച്ചു എന്നത് മാത്രമാണ് നമ്മൾ കേൾക്കുന്നത്. യഥാർത്ഥത്തിൽ ഇവർക്ക് എന്ത് സംഭവിച്ചിട്ടുണ്ട്, വെദർ ഇറ്റ് ഈസ് പറഞ്ഞ പോലെ കൊറോണറി ആർട്ടറി പ്രോബ്ലം ഓർ എ വാൽവുലാർ പ്രോബ്ലം ഓർ എ മയോപ്പതിക് പ്രോബ്ലം എന്നൊന്നും നമുക്ക് പലപ്പോഴും അറിയത്തില്ല. ഒരു ഇൻസ്റ്റന്റ് ഡെത്ത് ഉണ്ടായി എന്ന് മാത്രമേ നമ്മൾ അറിയുന്നുള്ളൂ. ആക്ച്വലി എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യം നമുക്ക് അറിയുന്നുകൂടാ. അല്ല ഡോക്ടർ, I want to know what was the conflict according to കൊറോണറി ആർട്ടറി ആണെങ്കിൽ ടെറിറ്റോറിയൽ ഇഷ്യൂ. കൊറോണറി ആർട്ടറിയിലാണെങ്കിൽ കൊറോണറി ആർട്ടറി അല്ല, territorial issue means ടെറിറ്റോറിയൽ ലോസ്, 90% ടെറിറ്റോറിയൽ ലോസ്. അതായത് ഒരു വ്യക്തിയുടെ ടെറിട്ടറി, അതായത് നമുക്ക് ടെറിട്ടറി എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ ആ കോൺഫ്ലിക്റ്റിലേക്ക് വന്നില്ല. നമ്മളിപ്പം ബ്രെയിൻ സ്റ്റം ഇതിലേക്ക് വന്നില്ല. നമ്മുടെ സെറിബ്രൽ കോർട്ടക്സ് കൺട്രോൾഡ് ഓർഗൻസിലാണ് ടെറിട്ടറി എന്ന് പറഞ്ഞാൽ നമ്മുടെ ലോവർ ഫോംസ് ഓഫ് ആനിമൽസ്, മൃഗങ്ങളിൽ അധീന മേഖല എന്ന് പറയുന്നത് കോർട്ടിക്കൽ കൺട്രോൾഡ് ഓർഗൻസ് ആണ്. ആ കോർട്ടിക്കൽ കൺട്രോൾഡ് ഓർഗൻസിൽ പ്രത്യേകമായിട്ടുള്ള ചില ഭാഗങ്ങളാണ്. അതിലൊരു ഭാഗമാണ് ഹാർട്ടിന്റെ ബ്ലഡ് വെസൽസ്. ഹാർട്ടിന് മാത്രമല്ല അയോർട്ട, കൊറോണറി ആർട്ടറി, ഇവിടെ എല്ലാം എക്ടോഡെർമൽ ഒറിജിനാണ്. അത് കുറച്ചുകൂടെ നമ്മൾ അതിലേക്ക് വന്നിട്ടില്ല. ആ വരാത്ത ഒരു ഭാഗത്തെ പറ്റിയാണ് ഇപ്പോൾ ഡോക്ടർ ചോദിച്ചത്. നമ്മളത് തീർച്ചയായിട്ടും അതിലേക്ക് വളരെ വിശദമായിട്ട് തന്നെ ആ ഭാഗം മാത്രം തന്നെ നമുക്കൊരു വിശദമായിട്ട് തന്നെ സംസാരിക്കേണ്ടി വരുന്ന വിഷയമാണ്. എനിക്ക് പൂർണ്ണമായി ഞാൻ തൃപ്തനല്ല. ഡോക്ടറെ ഒന്ന് സംസാരിച്ചോട്ടെ. അതായത് GHK അല്ലെങ്കിൽ GNMന്റെ അടിസ്ഥാനത്തില് രോഗങ്ങൾക്ക് കോൺഫ്ലിക്റ്റ് മാത്രമാണ് കാരണം. അതിൽ സംശയമൊന്നുമില്ല, അല്ലെങ്കിൽ 90% 80% അങ്ങനെയൊന്നുമില്ല. ഓൾ ദ ഡിസീസസ് ആർ ഡ്യൂ ടു സോ കോൾഡ് ഡിസീസ് എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ഇല്ല, അത് കോൺഫ്ലിക്റ്റ് കൊണ്ടാണ്. ഇനി 3 എക്സെപ്ഷൻസ് ഉണ്ട്. നമ്പർ 1 ഈസ് ട്രോമ അല്ലെങ്കിൽ ഇഞ്ചുറി, ആക്സിഡൻറ്റ് എന്നൊക്കെ പറയുന്നത്. നമ്പർ 2 ടോക്സിൻസ്. അപ്പോൾ ഞാൻ ഇതിലാണ് സ്ട്രെസ് ചെയ്തിട്ട് ഡോക്ടർ ഹരിഹരൻ്റെ അറ്റൻഷൻ സീക്ക് ചെയ്യുന്നത്. അതായത് ശരീരത്തിൻ്റെ ഉള്ളിലേക്ക്, ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ മിനിയാന്നോ കൂടി ഒരു വീഡിയോ കണ്ടതാണ്. അതായത് ഈ രംഗത്ത്, വാക്സിൻ്റെ രംഗത്ത്, അല്ലെങ്കിൽ ഈ mRNA വാക്സിൻ എന്ന് പറയുന്ന സ്പെഷ്യൽ പ്രിവിലേജ് ഉണ്ട്, അല്ലെങ്കിൽ അതിന് അനുവാദത്തോടു കൂടി മാത്രം ജനങ്ങളിൽ കൊടുക്കാൻ എവിടെയൊക്കെയോ ഏതൊക്കെയോ കോടതിയൊക്കെ അനുവദിച്ച് ഏതൊക്കെയോ ഗവൺമെൻറ് അംഗീകരിച്ചത് മുഴുവൻ മനുഷ്യരുടെ മേലേലും കൊടുത്തിരിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ കുത്തിവെപ്പെടുത്തിയിരിക്കുന്നവരെ കുറിച്ച് ആ ഡോക്ടർ അല്ല എന്ന് തോന്നുന്നു, ഞാൻ ആ പേരൊന്നും ഓർക്കുന്നില്ല, അയാൾ പറഞ്ഞത് വിത്തിൻ 6 months 3 years majority of the people will die എന്നാണ് പറഞ്ഞിരിക്കുന്നത് വാക്സിൻ എടുത്തവർ. സോ ദാറ്റ് ഹാസ് ഗോട്ട് നത്തിങ് ടു ഡു വിത്ത് കോൺഫ്ലിക്റ്റ്. ദാറ്റ് മീൻസ് പർപ്പസ്ഫുൾ ആയിട്ട് നമ്മുടെ ഈ ഇഞ്ചക്ഷൻ എടുത്ത അല്ലെ mRNA വാക്സിൻ എടുത്തവരുടെ ശരീരത്തിലേക്ക് ഈ വിഷം കയറ്റി വിട്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നീടുണ്ടാകുന്നതിനൊന്നും GHKയോ കോൺഫ്ലിക്റ്റോ ഒന്നും ബാധകമല്ല. അത് പോയ്സണിങ് ആണ്, പോയ്സണിങ് ഓഫ് ദി പോപ്പുലേഷൻ. അപ്പം അതുകൊണ്ട് തന്നെ എവിടെ ആര് കുഴഞ്ഞു വീണ് മരിച്ചു കഴിഞ്ഞാൽ ഉടനെ അവർ പറയും അത് ഹാർട്ടാണെന്ന്. ഈവൻ ബിഫോർ കോവിഡ് നൺ ഓഫ് ദി സോ കോൾഡ് ഹാർട്ട് അറ്റാക്ക് പേഷ്യൻസ്, ഹാർട്ട് അറ്റാക്ക് വന്നു മരിച്ചു എന്ന് പറയുന്ന ഒരു പേഷ്യൻറ്റിൻ്റെയും ബ്ലോക്കേജ് തിയറി പ്രൂവ് ചെയ്യത്തക്ക രീതിയിൽ ഇയാൾക്ക് കൊറോണറി ആർട്ടറി ബ്ലോക്കേജ് ഉണ്ടായെന്ന് ഒരു പോസ്റ്റ്മോർട്ടത്തിലും തെളിയിക്കുന്നില്ല. അല്ലാതെ തന്നെ മരണം വരുന്നവരുടെ എല്ലാവരുടെയും ഹാർട്ട് അറ്റാക്ക് ആണ്, അത് കൊറോണറി ആർട്ടറി ഡിസീസ് ആണെന്ന് പറയുന്നു. അങ്ങനെയല്ലാതെ അവരുടെ ഈ ബ്ലോക്കേജ് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നമുക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഡോക്ടർ ഹാമർ വളരെ ഭംഗിയായിട്ട് ഈ കൊറോണറി ആർട്ടറി ബ്ലോക്കേജ് തിയറിയെ പുള്ളി റെഫ്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതാണ് അതിൻ്റെ ഉത്തരം. അപ്പം കൊറോണറി അല്ലെങ്കിൽ കോവിഡിന് ശേഷം എന്ന് പറയുന്ന
ഈ കുഴഞ്ഞു വീണ മരണങ്ങളെല്ലാം ഈ പറയുന്ന mRNA വാക്സിൻ കൊണ്ടുണ്ടാകുന്ന അപകടമാണ്. അതിൻ്റെ അകത്ത് ഈ കോൺഫ്ലിക്റ്റുമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല. ദാറ്റ് മേ ബി എ റീസൺ. കറക്റ്റ് ആണ്. അതിനോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുന്നു. ആക്ച്വലി ഈ അതാണ് mRNA വാക്സിൻ ഇസ് എ പോയിസണസ് സബ്സ്റ്റൻസ്. അത് ഒരു ഹെൽത്തി ഇൻഡിവിഡ്വലില് ഉണ്ടാക്കാവുന്ന മാറ്റമായിരിക്കാം ഇതിന് കാരണം നമ്മൾ ഏതായിരിക്കും അത് തെറ്റ്. ഡോക്ടർ ഹരിഹരൻ mRNA വാക്സിൻ എന്ന് പറയുമ്പോൾ അത് നമ്മൾ റീസെൻ്റ് ആയിട്ടും ബൾക്കായിട്ടും അനുഭവപ്പെടുന്ന ഒരു കാര്യമാണ്. ലോകത്തിൽ മുഴുവൻ കൊടുക്കുന്ന ഏത് വാക്സിനും ഈ കാറ്റഗറിയിൽ തന്നെയാണ് പെടുന്നത്. അല്ലാതെ ഇവർ പറയുന്ന ആൻറ്റിജൻ ആൻറ്റിബോഡി റിയാക്ഷനോട് കൂടി വാക്സിൻ്റെ ഫലമായിട്ട് ആൻറ്റിബോഡീസ് ഡെവലപ്പ് ചെയ്യുന്നു, എന്നിട്ട് ഇമ്മ്യൂൺ സിസ്റ്റം, ഇതെല്ലാം റെഫ്യൂട്ട് ചെയ്യുവാണ്. ദർ ഇസ് നോ ഇമ്മ്യൂൺ സിസ്റ്റം. ഇതെല്ലാം ഒരു ഫാബ്രിക്കേറ്റഡ് തിയറീസ് ആണ്. 1 out of 500 ആണ് 5000 ആണോ അത്ര ഹൈപ്പോത്തീസിസ് ഉണ്ടെന്നാണ് പറയുന്നത്, വിച്ച് വി ആർ ഡോഗ്മാറ്റിക്കലി ഫോഴ്സ്ഡ് ടു ബിലീവ് വിത്തൗട്ട് എനി ക്വസ്റ്റ്യൻ റേസ്ഡ് ഫ്രം അവർ പാർട്ട്. ഒരു ചോദ്യമില്ലാതെ നിങ്ങൾ വിശ്വസിച്ചോണം ഇങ്ങനെ ഒരു ഇമ്മ്യൂൺ സിസ്റ്റം ഉണ്ട്. കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ ഹരിഹരൻ ഡോക്ടർ ചോദിച്ചതാണ്, അതായത് അപ്പോൾ ജെനറ്റിക്സ് എന്ന് പറയുന്ന ഒരു സംഗതി ഇല്ലേ? ജെനറ്റിക്സിൻ്റെ പഠനവും പഠന രംഗത്തുള്ള അറിവുകളും എല്ലാം ഈ കോൺഫ്ലിക്റ്റിന് ശേഷം ഉണ്ടാകുന്നതാണ്. അപ്പോൾ കോൺഫ്ലിക്റ്റിനെ മാറ്റി നിർത്തിയിട്ട് മാത്രം ശരീരത്തിൻ്റെ തലത്തിൽ പഠിക്കുന്ന ഈ പറയുന്ന ജെനറ്റിക്സ് പൂർണ്ണമല്ല, അല്ലെങ്കിൽ അത് ശരിയല്ല. അതിന് പോലും ജനറ്റിക് ചേഞ്ച്, അല്ലെങ്കിൽ അന്ന് നമ്മൾ സംസാരിച്ച ഈ പറയുന്ന ക്രോമസോമൽ ട്രാൻസ്ഫോർമേഷൻസ് അല്ലെ മ്യൂട്ടേഷൻസ് എന്നൊക്കെ പറയുന്നതിൻ്റെ എല്ലാം കാരണം ഈ പറയുന്ന ഡൈനാമിക് തലത്തിൽ ഉണ്ടാകുന്ന കോൺഫ്ലിക്ട്സ് തന്നെയാണ്. സൈക്കിക് തലത്തിൽ ബയോളജിക്കൽ കോൺഫ്ലിക്റ്റ്. അന്ന് ഡോക്ടർ വർഗീസ് പറഞ്ഞത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അതായത് മൈൻഡ്, ബ്രെയിൻ, ദെൻ ഓർഗൻ എന്ന് പറഞ്ഞ് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. ഒരു ആക്സിസ് ആണ് അത്. മൈൻഡ്, ബ്രെയിൻ, ഓർഗൻ എന്നുള്ള ഒരു ആക്സിസ് ആണ്. ഞാൻ അന്ന് ചോദിച്ച ഒരു ചോദ്യം, ബ്രെയിനില് വരുന്നതിന് മുമ്പ് തന്നെ അത് ക്രോമോസോംസിലും DNA-യിലും മാറ്റം വരുത്തത്തില്ലേ? അതിനുശേഷമല്ലേ ബ്രെയിനിലെ മാറ്റം ഉണ്ടാകത്തുള്ളൂ എന്നാണ് ഞാൻ അത് അർത്ഥം വെച്ചത്. അതിന് ഡോക്ടർ വർഗീസിന്റെ അഭിപ്രായം എന്താ? സിങ്ക്രണസ് ആയിട്ട്, അല്ലെങ്കിൽ സൈമൾട്ടേനിയസ് ആയിട്ട്, അല്ലെങ്കിൽ ഒരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡിലാണ് കോൺഫ്ലിക്റ്റ് വരുന്നതെങ്കിൽ അത് സൈമൾട്ടേനിയസ് ആയിട്ട് 3 തലത്തിൽ ആക്ട് ചെയ്യുകയാണ്. അപ്പം നമ്മൾ അഡ്വാൻസ്ഡ് മെഡിക്കൽ സയൻസ് എന്താ ചെയ്യുന്നത്? ബോഡി എലോൺ ഈസ് ബീയിങ് എക്സാമിൻഡ്. ബോഡിയിലാണല്ലോ ടിഷ്യൂവിലാണല്ലോ സെല്ലിലാണല്ലോ ന്യൂക്ലിയസിലാണല്ലോ ക്രോമസോമിലാണല്ലോ DNA. അപ്പോൾ അങ്ങനെ പഠിക്കുമ്പോൾ പോലും ഏത് ചെറിയ സ്മോളർ ആണെങ്കിലും അത് ഫിസിക്കൽ ലെവലിലുള്ള ഒരു അറിവാണ്. ആ ഫിസിക്കൽ എന്ന് പറയുന്നത് തന്നെ ഇതിന് ശേഷമാണ്, ഡൈനാമിക് തലത്തിൽ ഉണ്ടാകുന്നതിന് ശേഷമാണ്. അപ്പോൾ ഡൈനാമിക് തലത്തിലാണ് അത് ട്രിഗർ ചെയ്യുന്നത്. That I am agreed. അതായത് ഒരു ഡൈനാമിക് ഫേസിൽ നിന്നാണ് പിന്നെ അത് മെറ്റീരിയൽ ഫേസിലേക്ക് വരുന്നത്. ആ മെറ്റീരിയൽ ഫേസിലേക്ക് വരുന്നത് ഫസ്റ്റ് DNA ചേഞ്ച് അല്ലേ, ദെൻ അല്ലേ ബ്രെയിനിന്റെ ചേഞ്ച് വരുന്നുള്ളൂ എന്നാണ് എൻ്റെ ഒരു സംശയം. ഒരു സെക്കൻഡ് ഞാനൊന്ന് ഇടപെട്ടോട്ടെ ഡോക്ടർ. ശരിക്കും ഇവിടെ നമ്മൾ ഇപ്പോൾ പറയുമ്പോഴും സൈക്കാണോ ബ്രെയിൻ ആണോ ഓർഗൻ ആണോ ആദ്യം പ്രവർത്തിക്കുന്നത് എന്നൊരു സംശയമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു തർക്കമാണ് ഇപ്പോൾ പറയുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെയില്ല. നമ്മൾ ഇത് 3ആയിട്ട് നമുക്കിടെ അറിവിന് വേണ്ടി മാത്രമേ ഇത് 3ആയിട്ടാണ് പ്രവർത്തിക്കുന്നതെന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഇത് ഒന്നായിട്ട് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. സൈക്ക്, ബ്രെയിൻ, ഓർഗൻ എന്ന് പറയുന്നത് ഒന്നാണ്. അത് ശരിക്കും സൈക്കില്ലാതെ ബ്രെയിൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ബ്രെയിൻ എന്ത് ചെയ്യുമ്പോഴും ഓർഗനിൽ അവിടെ ഒരു കാര്യങ്ങളുണ്ട്. സിങ്ക്രണസിറ്റി എന്ന് പറയുന്നതിൽ സിങ്ക്രണസിറ്റി ഉണ്ടാകുന്ന സമയത്ത് പിന്നെ അവിടെയാണ് ആദ്യം പ്രവർത്തിക്കുന്നത്. അതിന്റെ റിസൾട്ട് ആയിട്ടാണ് ഇവിടെ വരുന്നത് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഒരുമിച്ച് തന്നെയാണ്. ആക്ച്വലി ഇറ്റ് ഈസ് വൺ. ഓക്കെ, ഞാൻ ഒരു ആർഗ്യുമെന്റിന് വേണ്ടിയിട്ടല്ല, ഞാൻ ഒരു സംശയം പോലെ ചോദിച്ചെന്നുള്ളൂ. കാര്യം ഈ ഇമ്മെറ്റീരിയൽ പ്ലെയിനിൽ നിന്ന് മെറ്റീരിയൽ പ്ലെയിനിലേക്ക് ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്. അതായത് സട്ടിലിൽ നിന്നും ഗ്രോസിലേക്ക് ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്. അതിന് പ്രത്യേക സമയം വേണ്ട ഡോക്ടറെ.
It doesn't require a time. It happens simultaneously, synchronously. അത് നമ്മൾക്ക് പഠിക്കാനായിട്ട് പ്രയാസമാണ്, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ മനസ്സിൽ അങ്ങനെയല്ല രൂപപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. സോ അതൊരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡിൽ 3 ലെവലിൽ ഈക്വൽ ആയിട്ട് അല്ലെങ്കിൽ സൈമൾട്ടേനിയസ് ആയിട്ട് നടക്കുന്ന ഒരു ചേഞ്ചാണ്. ഓക്കെ ഓക്കെ ഓക്കെ. സൈക്കിയെയും ബ്രെയിനിനെയും നമുക്ക് മാറ്റി നിർത്താൻ പറ്റുമോ? ഇല്ലല്ലോ. സൈക്കിലാണോ ബ്രെയിൻ എന്ന് ചോദിച്ചാൽ ബ്രെയിനിലാണോ സൈക്കിൾ എന്ന് നമുക്ക് തിരിച്ചു ചോദിക്കുകയാണെങ്കിൽ ഇത് എവിടെയല്ലല്ലോ പറയാൻ പറ്റത്തില്ല. അപ്പൊ പിന്നെ അതായത് എവിടെ എന്തിരിക്കുന്നെന്ന് പോലും നമുക്ക് പറയാൻ സാധിക്കാത്ത ഒരു സ്ഥലത്ത് പറയുകയാണ് സൈക്കിൾ ഉണ്ടായി കഴിഞ്ഞത് അതിന്റെ റിസൾട്ട് മൂലമാണ് ബ്രെയിനിൽ അല്ലെങ്കിൽ ടിഷ്യൂല് ചേഞ്ചസ് ഉണ്ടാകുന്നതെന്ന് പറയുന്നതിൽ അർത്ഥമില്ലല്ലോ. സൈക്കിൾ ഇറ്റ് ഈസ് സെയിം. ഇത് സെയിം എന്ന് പറയുമ്പോൾ ഇത് ഞാൻ പറയുന്നതല്ല, ഇത് ഡോക്ടർ ഹാമർ ഇങ്ങനെയാണ് അതിനെപ്പറ്റി സംസാരിക്കുന്നത്. ഡോക്ടർ ഹാമർ പറയുന്നതാണ് നമ്മൾ GSK എന്ന ഒരു ആശയത്തിൽ പറയുന്നത്. നമ്മള് കൂടുതൽ ചർച്ച ചെയ്യുന്നത് നമ്മൾ അതിന്റെ സത്യാവസ്ഥ വെളിവാകാൻ വേണ്ടിയിട്ടല്ലേ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചെന്നത്. ഓക്കെ ശരി. ഇതെല്ലാം മനുഷ്യന് ഈ പറയുന്ന നമുക്ക് കിട്ടിയിരിക്കുന്ന അറിവുകള് മനുഷ്യരാശിക്ക് എങ്ങനെ പ്രയോജനപ്പെടും എന്നാണ് നമ്മൾ എല്ലാവരും ചിന്തിക്കുന്നത്. ഇപ്പൊ ഡോക്ടർ മുമ്പേ പറഞ്ഞ കണക്ക് ഈ ബ്രെയിൻ്റെ പഠിക്കുമ്പോഴും അതെല്ലാം പഠിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് ഒരു രോഗിക്ക് ഇതെങ്ങനെ പ്രയോജനപ്പെടുത്താം, മനുഷ്യരാശിക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നതിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. GSKയിൽ ശരിക്കും നമ്മുടെ അറിവ് വേറൊരാൾക്ക് പ്രയോജനപ്പെടുത്തുന്നതിനെ കഴിഞ്ഞും അപ്പുറത്ത് അറിവുകൾ എല്ലാവരും നേടി യഥാർത്ഥത്തിൽ ഒരാളുടെ അറിവിൽ നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ ഇപ്പൊ നമ്മൾ നീന്തൽ പഠിപ്പിക്കുമ്പോൾ അതല്ലെങ്കിൽ ഒരു അറിവ് നേടുമ്പോൾ അറിവ് നമുക്ക് നിങ്ങളും കൂടെ അത് മനസ്സിലാക്കുന്നു പറയാനേ പറ്റുള്ളൂ. ശരിക്കും GSK അറിവുകൾ എല്ലാ മനുഷ്യരും നേടേണ്ടതാണ് എന്ന് പറയുന്നത് പലപ്പോഴും പ്രശ്നങ്ങളുടെ പരിഹാരം അയാൾക്ക് മാത്രമേ മാറ്റം വരുത്താൻ കഴിയുള്ളൂ എന്ന ഒരു ആശയത്തിൽ നിന്നുകൊണ്ടാണ്. അപ്പൊ നമുക്ക് ഡോക്ടർക്ക് ഒരു കാര്യം മനസ്സിലായി, അത് പക്ഷേ ഡോക്ടർ രോഗിയോട് പറയുകയാണ് ഇതാണ് നിങ്ങളുടെ പ്രോബ്ലം, അത് നിങ്ങളാണ് ചേഞ്ച് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾക്ക് മാറ്റാൻ കഴിയുന്ന ഒരു മീഡിയം, ആ ഒരു മീഡിയമാണ് നമ്മുടെ മെഡിസിൻ എന്നത്. അല്ലെങ്കിൽ ഒരു സർജിക്കൽ പ്രൊസീജിയറുകൾ അല്ലെങ്കിൽ ഒരു പ്രൊസീജിയറുകൾ അതല്ല. അപ്പൊ ആ മീഡിയത്തിൽ കൂടി മാറ്റാൻ കഴിയാത്ത ഒരവസ്ഥയിൽ അതല്ലെങ്കിൽ അവരുടെ മനസ്സിലെ ഒരവസ്ഥ എന്ന് പറയുന്നത് വ്യക്തികളാണ് മാറ്റേണ്ടത്. അപ്പൊ ആ വ്യക്തികൾക്ക് അതുകൊണ്ടാണ് അറിവുകൾ വേറൊരാളുടെ അല്ല, ആ വ്യക്തിക്കാണ് ഏറ്റവും പ്രധാനമാണ് എന്ന് ഡോക്ടർ ഹാമർ പ്രത്യേകം ഊന്നി പറഞ്ഞു. ഓക്കെ, ഇനിയിപ്പം മറ്റാരും ഇല്ലെന്ന് തോന്നുന്നു ഡോക്ടറെ. ശരി സാറേ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ സാറേ. വേറെ ആരെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. ഇല്ല സാറേ. ഓക്കെ, ഗുഡ് നൈറ്റ്. താങ്ക് യു.